എല്ലാവർക്കും നമസ്കാരം. ചില സിനിമയുടെ ക്രെഡിറ്റ്സ് എഴുതി കാണിക്കുമ്പോൾ നമ്മൾ വളരെ കൗതുകത്തോടെ നോക്കാറുണ്ട്. എത്ര പേര് ശ്രദ്ധിക്കാറുണ്ടെന്ന് അറിയില്ല, പക്ഷെ ഞാൻ കാര്യമായി നോക്കുന്ന ഒരു കാര്യമാണ് ഫിലിംസിൻ്റെ ക്രെഡിറ്റ്സ്. അങ്ങനെ സിനിമയുടെ ക്രെഡിറ്റ് എഴുതി കാണിക്കുമ്പോൾ സംവിധാനം എന്ന് എഴുതി കാണിക്കുമ്പോൾ അതിനൊപ്പം സംഘടന കൂടെ വേണം എന്ന് തോന്നിയിട്ടുള്ള ഒരു സംവിധായകനാണ് ജിയോ ബേബി. കാരണം വളരെയധികം പൊള്ളുന്ന വിഷയങ്ങളാണ് അദ്ദേഹം എടുത്ത് പെരുമാറുന്നത് സിനിമയിൽ. അതെല്ലായ്പ്പോഴും അങ്ങനെയാണ്. അപ്പോൾ ഏറ്റവും പ്രത്യേകിച്ച് പറഞ്ഞാൽ മതം വളരെ വൈകാരികമായൊരു വിഷയമാണ്, എല്ലാവർക്കും വേദനിക്കുന്ന വിഷയമാണ്, കൈപ്പത്തിയുടെ വിലയുള്ള വിഷയമാണ് പലപ്പോഴും. അങ്ങനെയുള്ളൊരു വിഷയത്തെ വളരെ ലാഘവത്തോടു കൂടി അദ്ദേഹം ഉപയോഗിക്കാറുണ്ട് സിനിമയിൽ. പേരിലെ കുട്ടിത്തം ഒട്ടും കാണിക്കാത്ത രീതിയിൽ അദ്ദേഹം എടുത്ത് പെരുമാറുന്നുണ്ട്. ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. മതത്തിനോട് അദ്ദേഹത്തിനൊരു വൈമുഖ്യമുണ്ട്, അത് തന്നെയാണ് അദ്ദേഹം സിനിമയിലും കാണിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കോംപ്ലക്സ് റിലേഷൻഷിപ്പ് മതവുമായിട്ട് എന്നുള്ളതായിരിക്കട്ടെ ആദ്യത്തെ ചോദ്യം. നമസ്കാരം. അങ്ങനെ ചോദിച്ചാൽ നമ്മുടെ ചൈൽഡ്ഹുഡ് തന്നെയാണ്. ഇപ്പോൾ നമുക്ക് എല്ലാത്തിനും ഓരോ കാരണമുണ്ടല്ലോ. നമുക്ക് വരുന്ന സങ്കടങ്ങൾ, നമ്മുടെ ദേഷ്യം. എനിക്ക് എൻ്റെ കുട്ടിക്കാലം അങ്ങനെ ആയതുകൊണ്ട് ഇപ്പം എനിക്ക് ഒന്ന് സംസാരിച്ച സിനിമ ഉദ്ദേശിച്ചത് കുഞ്ഞുദൈവം ആണോ? അല്ല, ആ സിനിമയിലാണ് കൂടുതലായിട്ടും. കാതലിലൊക്കെ ഞാനൊരു മയത്തിലാണ്. നിങ്ങൾ കുഞ്ഞുദൈവം ചിലപ്പോൾ ഒത്തിരി പേര് കണ്ടിട്ടുണ്ടാവില്ല. യൂട്യൂബിലുണ്ട്, ആമസോണിലുണ്ട്. അതിലൊക്കെ കുറച്ചും കൂടെ എന്താ പറയുക, തീവ്രമായിട്ടുള്ള വിമർശനങ്ങളുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. കാരണം എൻ്റെ ചൈൽഡ്ഹുഡിൽ ഞാനൊരു 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഫാദർ ഈ നമ്മളൊരു ക്രിസ്ത്യൻ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയായി തന്നെയാണ് ജനിക്കുന്നത്, അല്ലേ? ഉണ്ടായി ഒരു മാസത്തിനുള്ളിൽ പിടിച്ച് നമ്മളെ ക്രിസ്ത്യാനിയാക്കും. അപ്പോൾ അങ്ങനെ ക്രിസ്ത്യാനിയായി ഞാൻ 6ലും 7ലൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ബുദ്ധി ഉണ്ടായി വരുന്ന സമയത്ത് തന്നെ ഫാദർ പള്ളിയിലെ കാര്യങ്ങളിൽ ഭയങ്കര ഫൈറ്റാണ്. പള്ളിയിലെ പല കാര്യങ്ങളും ചോദ്യം ചെയ്യും. ഞാനൊരു 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ 4 കിലോമീറ്റർ നടന്നു വേണം പള്ളിയിൽ പോകാൻ. ഞാൻ അത്രയും റിമോട്ടായിട്ടുള്ളൊരു സ്ഥലത്താണ് താമസിക്കുന്നത്. ഞായറാഴ്ച പള്ളി പോകണം, 4 കിലോമീറ്റർ അങ്ങോട്ടും 4 കിലോമീറ്റർ ഇങ്ങോട്ടും നടക്കണം. അവിടെയുള്ള എല്ലാ ക്രിസ്ത്യാനികളും ഈ 8 കിലോമീറ്റർ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ അനിയത്തിയും ഞാനും ഒക്കെ നടന്ന് പള്ളിയിൽ പോകുന്നു. അപ്പോൾ ഇത് എന്തിനാണെന്നുള്ള ചോദ്യം വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ അമ്മ എന്നെ കൊണ്ടൊരു സംഗീത പഠനത്തിന് ചേർത്തു. അത് ഈ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു ഹിന്ദു കുടുംബത്തിലാണ് അന്ന് അങ്ങനെ സംഗീത പഠനമുള്ളത്. അപ്പോൾ ഇതൊക്കെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. നമ്മളോട് പള്ളിയിൽ വരാതെ സംഗീതം പഠിക്കാൻ പോകുന്നു. എന്നാൽ സംഗീതം പഠിക്കാൻ പോകുന്നതിന് എനിക്ക് ആ കാലത്ത് ഒട്ടും താല്പര്യവും തോന്നുന്നില്ല. അപ്പോൾ 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഒരു കുട്ടീനെ ഈ വേദപാഠം എന്ന് പറഞ്ഞ സൺഡേ സ്കൂൾ ക്ലാസ്സിൽ തോൽപ്പിക്കുകയാണ്. അവിടെ തോൽപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇങ്ങനെ ജയിപ്പിച്ച് വിട്ട് പഠിപ്പിക്കുക എന്നുള്ളത്. പക്ഷേ ഞാൻ 7ാം ക്ലാസ്സിൽ തോൽക്കുകയാണ്. ശരി, അപ്പം നമ്മൾ ഒരു പഠിക്കാത്ത കുട്ടി ഇവരാക്കുന്നു. അപ്പോൾ അതിനനുസരിച്ച് എൻ്റെ സ്വഭാവവും മാറുന്നുണ്ട്. ഞാൻ ഭയങ്കര മോശം രീതിയിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് 7ാം ക്ലാസ്സുകാരൻ ഏതൊക്കെ രീതിയിൽ അവരെ ചോദ്യം ചെയ്യാമോ എൻ്റെ ബുദ്ധിയിൽ അതൊക്കെ ഞാൻ ചോദ്യം ചെയ്യുന്നുണ്ട്. വീണ്ടും 8ലാണോ 9ലാണോ വീണ്ടും എത്തുമ്പോൾ വല്ലപ്പോഴുമൊക്കെ പള്ളിയിൽ പോകുന്നുള്ളൂ, വീണ്ടും എന്നെ തോൽപ്പിക്കുന്നു. ഇനി ഒരു വർഷത്തോടെ ഞാൻ എൻ്റെ അനിയത്തിയോടെ ക്ലാസ്സിലിരിക്കണം. അപ്പോൾ പല ചോദ്യങ്ങൾ എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നു. ഇതേ കാര്യങ്ങൾ എൻ്റെ വീട്ടിൽ പരാതികളായി പള്ളിയിൽ നിന്ന് എത്തുമ്പോൾ എൻ്റെ ഫാദറോ അല്ലെങ്കിൽ എൻ്റെ മദറോ പറയുന്ന അവൻ ചോദിച്ചത് എല്ലാം കറക്റ്റായിട്ടുള്ള ചോദ്യങ്ങൾ, നിങ്ങൾ അവന് കൃത്യമായിട്ട് ഉത്തരങ്ങൾ കൊടുക്കാൻ ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ സംസാരിച്ച് ഒത്തിരി സമയം കളയുന്നില്ല. കുഞ്ഞുദൈവം എന്ന് പറഞ്ഞ സിനിമയിലെ കുട്ടി ഞാൻ തന്നെയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ വളർന്നു വരുന്നു. നമ്മൾ കൂടുതലും ബന്ധപ്പെടുന്നത് പള്ളിയായിട്ടാണ്. അപ്പോൾ എവിടെ പോയി എന്തെങ്കിലും ആവശ്യത്തിന് ചെല്ലുമ്പോഴെല്ലാം ഇവരെപ്പോഴും നമ്മളെ പേടിപ്പിക്കുന്നത് കല്യാണം വരുമ്പോൾ നീ എന്ത് ചെയ്യും, മരണം വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും എന്നുള്ള. ഇതൊക്കെ ഒരു കുട്ടി എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു ടീനേജ് ആകുമ്പോഴും ഒക്കെ എൻ്റെയും പേടി തന്നെയാണ്, അല്ലേ? കല്യാണം കഴിക്കണമെങ്കിൽ പള്ളിയിൽ പോകാതെ എന്നുള്ള ഒരു പറ്റില്ല എന്നുള്ള ധാരണയുണ്ട്. മരിച്ചു കഴിയുമ്പോൾ എവിടെ നമ്മൾ മറവ് ചെയ്യും എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം മാറിയത് നമ്മുടെ വീട് പ്രധാന ഒരു സ്ഥലമാണ്. അതേപോലെ നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങൾ, സിനിമകൾ, നമ്മുടെ ഇത്തരം അല്ലെങ്കിൽ അല്ലാതെയുള്ള പരിചയപ്പെടുന്ന മനുഷ്യർ, വർത്തമാനങ്ങളിൽ കൂടെയൊക്കെ മാറിയത്. പിന്നെ ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ വീണ്ടും എന്താ പറയുക, ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് കോളേജിൽ പഠിക്കുന്നു. ഇപ്പോൾ ഈ പഠന നാളുകളെല്ലാം കൃത്യമായ ഒരു 1, 2, 3 മാസമൊക്കെ ഇൻ്റർവെല്ലുകളിൽ ഒരു ഹൈസ്കൂൾ തൊട്ട് എന്നെ വീട്ടിൽ നിന്ന് വിളിപ്പിക്കും, എൻ്റെ ഫാദറിനെ വിളിപ്പിക്കും. ഞാൻ എന്തെങ്കിലും കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തൊരു മനുഷ്യനാണ് ഞാൻ കോളേജിലും സ്കൂളിലൊക്കെ. പക്ഷേ എന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഫാദറിനെ വിളിപ്പിക്കും. 60, 70, 90% കാര്യങ്ങളും എൻ്റെ ഫാദർ എൻ്റെ ഒപ്പം നിന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് നല്ല പേരൻറ്റിങ് ഉണ്ടായിട്ടുണ്ട്, പ്രത്യേകിച്ച് എൻ്റെ ഫാദറിൻ്റെ സൈഡിൽ നിന്ന്. അത് ഞാൻ വളരുന്നു. ഞാൻ PG ചെയ്യുന്ന സമയത്ത്, MA സിനിമ ടെലിവിഷൻ ചെയ്യുന്ന സമയത്ത് 2007 ഹോമോസെക്ഷലിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ ഷോർട്ട് ഫിലിം ചെയ്യുമ്പോൾ ഞാൻ കോളേജിൽ നിന്ന് തന്നെ പുറത്താക്കപ്പെടുന്നു. ഏറ്റവും ആസ്വദിച്ച് പഠിച്ച എൻ്റെ വിഷയമായ സിനിമ പോലും പഠിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തുമ്പോൾ എനിക്ക് വീണ്ടും ദേഷ്യം ഈ സമൂഹത്തോടുണ്ടാകുന്ന വളരെ സ്വാഭാവികമല്ലേ? ആ ദേഷ്യം എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുമ്പോൾ മതം ഭയങ്കര പ്രശ്നമാണെന്ന് പറയുന്നു എന്ന് വെച്ച് എനിക്ക് മതത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യരോട് യാതൊരു
വിദ്വേഷമോ ഒരു പ്രശ്നമൊന്നുമില്ല. ഞാനിങ്ങനെ മുമ്പോട്ട് പോകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എനിക്ക് അതിൻ്റേതായിട്ടുള്ള ഉത്തരങ്ങളും കാരണങ്ങളും ഉണ്ട്. ദേഷ്യം ഇങ്ങനെ അഗ്രസീവ് ആകാൻ ഓരോരോ കാരണങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്നെ പുറത്താക്കിയ കോളേജിൽ തന്നെ ഞാൻ പിന്നീട് പോവുകയും ഈ ആ പുരോഹിതന്മാരും ഒക്കെ ആയിട്ട് വളരെ സൗഹാർദ്ദമായി സംസാരിക്കുകയും എന്നിലെ ദേഷ്യം ഇപ്പോൾ ഇല്ലാതായിക്കൊണ്ടിരിക്കും. അത്തരം കാര്യങ്ങളിൽ ഞാൻ ഭയങ്കര ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണൊക്കെ ഇറങ്ങിയപ്പോൾ ഞാൻ എന്തോ ഭയങ്കര ഒരുതരം സക്സസ് ഞാൻ അവർക്ക് എഗെയിൻസ്റ്റ് ഒക്കെ സംസാരിച്ചിരുന്നു. ഞാൻ എന്നെ പുറത്താക്കിയ കോളേജിൽ നിന്ന് എനിക്കൊന്ന് ആദ്യം ഫിലിം മേക്കർ ആവുന്നത് ഞാൻ തന്നെയാണ്. അത്തരം ദേഷ്യത്തിനെയൊക്കെ എടുത്ത് മാറ്റുന്ന വേറൊരു അവസ്ഥയിലേക്ക് ഇപ്പോൾ എത്തുന്നുണ്ട്. അത് മതവും ഇതൊക്കെ തന്നെയാണ് വേറെ തരത്തിൽ പറയുന്നത്. പക്ഷേ സംഭവിക്കുന്നത് മറ്റൊന്നാണെന്നുള്ളതേ ഉള്ളൂ. അതാണ് എൻ്റെ ചൈൽഡ്ഹുഡാണ് ഇതിനൊക്കെ റീസൺ. മതം പോലെ തന്നെ രാഷ്ട്രീയവും ഇപ്പോൾ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിലാണെങ്കിൽ അതിലൊരു ജാതിയുടെയും മതത്തിൻ്റെയും രാഷ്ട്രീയം ഉണ്ടെങ്കിൽ കാതലിലേക്ക് വരുമ്പോൾ ശരിക്കും അത് ജനാധിപത്യപരമായ ഒരു ഇലക്ഷനാണ് കാതലിലെ പ്രമേയമായിട്ട് വരുന്നത്. ആ ഒരു ഇലക്ഷൻ സമയത്ത് ഈ നടൻ്റെ അല്ലെങ്കിൽ ഈ നായക കഥാപാത്രത്തിൻ്റെ കാതൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വത്വം അതിനെ രാഷ്ട്രീയ പാർട്ടികൾ ഉപയോഗിക്കുകയാണ്. ആദ്യം പറയുന്നു ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ നമുക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അല്ലാതെ ആ വ്യക്തിയെ സ്വീകരിക്കുന്നുള്ളതല്ല, ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥി നമുക്ക് 4 വോട്ട് കൂടുതൽ കിട്ടുമെന്നാണ് അദ്ദേഹത്തെ നിർത്തുന്ന പാർട്ടി പറയുന്നത്. പക്ഷേ എതിർ പാർട്ടി ആദ്യത്തെ വെല്ലുവിളിക്കുകയും അവസാനം പുരോഗമനപരമായ ഇത്തരം ആശയങ്ങൾ കൊണ്ടുവന്ന് വോട്ട് പിടിക്കാൻ നിങ്ങൾ നോക്കണ്ട എന്ന് എതിർ പാർട്ടിയും പറയുന്നുണ്ട്. അപ്പോൾ രാഷ്ട്രീയത്തെ പറ്റിയും സാറിൻ്റെ നിലപാട് അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. സാറിൻ്റെ രാഷ്ട്രീയ നിലപാട് എങ്ങനെയാണ്? അതൊക്കെ തന്നെയാണ് ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന നിലപാട്. അത് പ്രത്യേകിച്ച് ഇപ്പോൾ ഞാൻ എക്സ്പ്രസ് ചെയ്ത് ഞാൻ ലെഫ്റ്റിൽ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ വിശ്വാസമല്ല, അതിനെ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. കാരണം എനിക്ക് തീവ്ര വലത് ചിന്തകളെ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ട്രംപ് അമേരിക്കയിൽ വിജയിച്ച് കഴിയുമ്പോൾ അദ്ദേഹം സംസാരിച്ച വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വളരെ മോശമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ 2 ജെൻഡർ ഉണ്ടാവുള്ളൂ എന്നുള്ള അല്ലേ. അപ്പോൾ എനിക്ക് അതിനെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. വൈ കാതലിലെ ലെഫ്റ്റിനെ ഞാൻ കേരളത്തിലെ CPM കുറിച്ചൊന്നും അല്ല കേട്ടോ. ഞാൻ വിശാലമായ അർത്ഥത്തിൽ തീവ്ര വലതുപക്ഷത്തിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഇടതെന്നുള്ളത് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് കാതലിലൊക്കെ ഞാൻ എടുത്ത് സൂക്ഷ്മമായി നോക്കി കഴിഞ്ഞാൽ ഇതിനെ 2നെ വിമർശിക്കുന്നുണ്ട് അല്ല. ഇപ്പോൾ അനന്യ ചോദിച്ചതുപോലെ തന്നെ ഇത്തരം ഒരു സ്ഥാനാർത്ഥിയാണെങ്കിൽ വോട്ട് കിട്ടാമെന്നുള്ളൊരു സാധനവും അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള പാർട്ടി എതിർക്കുന്നതൊക്കെ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് വലതുപക്ഷത്തിൻ്റെ കൂടെ നിൽക്കാൻ ഒരിക്കലും സാധിക്കുന്നില്ല. അതിനർത്ഥം ഞാൻ ഇവിടുത്തെ സോ കോൾഡ് കമ്മ്യൂണിസ്റ്റ് ആണെന്നല്ല, ഞാൻ ഇടതുപക്ഷത്ത് നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. പക്ഷെ ആശയങ്ങളോടാണ് സാറിൻ്റെ. അതെ അത് ഫോളോ ചെയ്യുന്നതിനോടാണ് ഞാനത് വീണ്ടും പറയുന്നത്. ഞാൻ കേരളത്തിലോ ഇന്ത്യയിലോ ഉള്ള ഒരു പാർട്ടിയെ കുറിച്ചിട്ടല്ല, വിശാലമായൊരു അർത്ഥത്തിലാണ് മനുഷ്യർക്കൊപ്പം നിലനിൽക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷത്തിൻ്റെ. മനുഷ്യരുടെ ചേർത്ത് പിടിക്കുക എന്നൊക്കെ ഉള്ളതാണ് ആശയം പ്രധാനമായിട്ട് എടുത്താൽ. അപ്പോൾ അതിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. മറ്റേതിൽ നിൽക്കാൻ നോക്കിയാലും ഓരോരോ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത സംഭവങ്ങൾ ലോകവ്യാപകമായി നടക്കുന്നുണ്ട്. ഇപ്പോൾ സിനിമയിലാണെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന മാത്യു ജയിക്കുന്നുണ്ട്. ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ, നമ്മുടെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ അങ്ങനെ ഒരു സ്ഥാനാർത്ഥി നിൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ജനപിന്തുണ ഉണ്ടാവുമോ? അതിപ്പോൾ കാതലിൻ്റെ ക്ലൈമാക്സിലല്ലേ ആ ഷോട്ട് അല്ലേ. അപ്പം നിങ്ങൾ ഇപ്പം എൻ്റെ സിനിമകൾ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാ സിനിമയും ഒരു തരം സ്വപ്നങ്ങളാണ്. എൻ്റെ കാതലിൽ അങ്ങനെ ജയിക്കുക എന്ന് പറഞ്ഞൊന്നും സ്ക്രീൻ പ്ലേയിൽ പോലും ഇല്ല. സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കതങ്ങനെ കാതൽ എന്നുള്ളൊരു സിനിമ നമ്മൾ മാക്സിമം മനുഷ്യരെ കാണിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സിനിമയാണ്. ഒരുപാട് പേര് കാണണം. എനിക്കൊരു ക്ലൈമാക്സ് മമ്മൂക്ക കോഫി ഷോപ്പിൽ നിന്ന് ഇറങ്ങി വന്ന് നിൽക്കുമ്പോൾ നമുക്കെല്ലാം ഉണ്ടാകുന്ന വിഷമം, സങ്കടം, നമ്മുടെ ഇമോഷനൊക്കെ വർക്കാവുമെങ്കിലും ഒരു പോസിറ്റീവായിട്ട് ആ സിനിമയെ നിർത്താൻ എന്താണെന്നുള്ള മാർഗം എന്നുള്ള നിരന്തര അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് അത്തരം ഒരു ഷോട്ട്. അത് സമീപ ഭാവിയിലെങ്കിലും സംഭവിക്കട്ടെ. ഇന്ത്യയിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ല. സംഭവിക്കുമെന്ന് ചോദിച്ചാൽ അത് സംഭവിക്കുന്ന ഒരവസ്ഥയ്ക്ക് സമൂഹം എത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നത് എൻ്റെ സ്വപ്നം മാത്രമാണ്. നിങ്ങൾ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എടുത്ത് നോക്കിയാൽ നിമിഷ സാജൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു അല്ലേ. എൻ്റെ സ്വപ്നം അവളെ വീട്ടിൽ നിന്ന് ഇറക്കാന്നുള്ളത്. അതുകൊണ്ട് എനിക്കത് സിനിമയുടെ തിരക്കഥയിലൂടെ വളരെ ഈസി ആയിട്ട് ഇറക്കിക്കൊണ്ട് വരാൻ പറ്റുന്നു അല്ലേ. ഒരു കെട്ടുമുറുക്ക് നടക്കുന്ന വീട്ടിൽ അവിടെ ഹസ്ബൻഡിൻ്റെയും അച്ഛൻ്റെയും മുഖത്ത് ചെളിവെള്ളം ഒഴിച്ചിട്ട് ഇറങ്ങി പോരാന്ന് പറഞ്ഞാൽ എൻ്റെ എഴുത്തിൽ മാത്രം സംഭവിക്കുന്ന കാര്യം. അത് കുറച്ച് ഓവർ അഗ്രസീവാണ്, കുറച്ച് ഓവർ പൊളിറ്റിക്കൽ അങ്ങോട്ടാണ് അല്ലേ. അതിനകത്തൊരു സബ്റ്റിലിറ്റി ഒന്നും ഇല്ല. അപ്പോൾ അത് എൻ്റെ വളരെ ആ കഥാപാത്രത്തിനോടുള്ള സ്നേഹം, ഇഷ്ടം കൊണ്ടൊക്കെ ആ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വരുന്ന എൻ്റെ സ്വപ്നം. ഇപ്പോൾ കുഞ്ഞുദേവ് എന്ന് പറഞ്ഞ സിനിമ കണ്ടല്ലോ, എൻ്റെ ക്ലൈമാക്സ് ഡ്രീമാണ് അല്ലേ. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന അത് നിങ്ങൾ കാണാതെ അധികം പേര് കണ്ടിട്ടുണ്ടാവില്ല. ആ സിനിമയുടെ ക്ലൈമാക്സും എൻ്റെ സിനിമകളുടെ അവസാനങ്ങളെല്ലാം സ്വപ്നങ്ങൾ തന്നെയാണ്, എൻ്റെ സ്വപ്നങ്ങളാണ്. അതുപോലെ സാറിൻ്റെ സിനിമയിൽ എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്ക് തന്നെ 2-3 ക്ലൈമാക്സുകൾ അനുഭവിക്കപ്പെടാറുണ്ട്. ഇപ്പോൾ ഈ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിൽ അവർ ഇറങ്ങിപ്പോകുന്ന നിമിഷയുടെ കഥാപാത്രം ഇറങ്ങി പോകുന്നതിന് മുമ്പ് അടുക്കള വാതിൽ താഴിടുന്ന പൂട്ടുന്ന ഒരു
സീനുണ്ട്, അതൊരു ക്ലൈമാക്സ് ആയിട്ട് എടുക്കാം. അല്ലെങ്കിൽ ആ വെള്ളം ഒഴിക്കുന്നത് വേണമെങ്കിൽ നമുക്കൊരു ക്ലൈമാക്സ് ആയിട്ട് എടുക്കാം. അതുമല്ലെങ്കിൽ അവൾ അനിയനോട് നിനക്കെന്താ വെള്ളം എടുത്ത് കുടിച്ചാൽ എന്ന് ചോദിക്കുന്ന ഒരു രംഗമുണ്ട്, അതിനും ഒരു ക്ലൈമാക്സിൻ്റെതായ ഒരു പൂർണ്ണതയുണ്ട്. അങ്ങനെ പലതരം ക്ലൈമാക്സ്. ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ചിലപ്പോൾ സാറിൻ്റെ സ്വപ്നങ്ങൾ പങ്കുവെക്കുന്നത് കൊണ്ടായിരിക്കാം, പക്ഷെ ഓരോ കാഴ്ചക്കാരൻ്റെയും സ്വപ്നത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കഥാന്ത്യം സാറ് കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ കാതലാവട്ടെ, ചിലവർക്ക് ക്ലൈമാക്സ് ആയിട്ട് തോന്നുന്നത് അവരുടെ ഡിവോഴ്സ് നടക്കുന്നതായിരിക്കാം, മറ്റു ചിലർക്ക് അത് തങ്കൻ പുറത്ത് കാറുമായിട്ട് കാത്തു നിൽക്കുന്നതാവാം. അങ്ങനെ ഓരോരുത്തർക്കും തോന്നുന്ന ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു ക്ലൈമാക്സ് ഒരുക്കുന്നുണ്ട്. അത് ബോധപൂർവം ചെയ്യുന്നതാണോ? ബോധപൂർവം നമ്മൾക്ക് ഒന്ന് രണ്ട് കാര്യം കൂടെ പറയാൻ തോന്നും, പക്ഷെ അത് ഒരുപാട് വലിച്ചു നീട്ടാതെ. ഇപ്പോൾ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൻ്റെ ഒക്കെ ക്ലൈമാക്സിനെ കുറിച്ച് എനിക്കും ഇപ്പോൾ അതങ്ങനെ അല്ലായിരുന്നെങ്കിൽ നല്ലതാണെന്നൊക്കെ തോന്നാറുണ്ട്. അവസാനത്തെ ഡാൻസ് ഒന്നും വേണ്ടായിരുന്നു, ഇറങ്ങിപ്പോകുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ അനന്യ പറഞ്ഞ വെള്ളം എടുത്ത് കുടിച്ചാൽ എന്താ, അതിനൊക്കെ ശേഷം വേണമെങ്കിൽ വൈൻഡപ്പ് ചെയ്യാമായിരുന്നു. വളരെ സിമ്പിളായിട്ട് വൈൻഡപ്പ് ചെയ്യായിരുന്നു. വലിയ ഡാൻസ് അതൊക്കെ പിന്നീട് ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്തും ഒക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം ഈ പറഞ്ഞ പോലെ ഒന്ന് രണ്ട് കാര്യം കൂടെ പറയണ്ടേന്നൊക്കെ തോന്നേ നമുക്ക്. ഇപ്പോൾ ഇറങ്ങിപ്പോരുമ്പോൾ നിർത്തിയാൽ വെള്ളം എടുത്ത് ചൂടേടാന്ന് ചോദിക്കുന്നത് നമ്മൾ പിന്നെയും കുറേ നേരത്തെ ആക്കേണ്ട വരും. ചില കാര്യങ്ങൾ നമുക്ക് ഓരോ തരം സ്റ്റേറ്റ്മെൻറ്റുകൾ പോലെ, എന്നാൽ അത് സിനിമയായിട്ട് ചേർന്ന് നിൽക്കുന്ന പോലെ പറയാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്. ഈ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചന് കുറേയധികം ക്ലൈമാക്സുകൾ ഈ പറഞ്ഞ പോലെ ഉണ്ട്. അവിടെയൊക്കെ വേണേൽ പടം നിർത്താം. കാതലിനെ സംബന്ധിച്ചില്ല, ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ഒരു ആഗ്രഹമാണ് അതങ്ങനെ നിർത്തുക എന്നുള്ളത്. അതൊരു ഭയങ്കര പ്രതീക്ഷയിൽ അതാ. അല്ല, വ്യക്തിപരമായിട്ട് എനിക്ക് അവരുടെ ആ ഒരു നൃത്തരംഗം ഇഷ്ടപ്പെടുകയാണ് ചെയ്തത്. കാരണം അതിന് പൂർണ്ണത വരുന്നുണ്ട്, അവർ ഉദ്ദേശിച്ച കാര്യം നേടി എന്നുള്ളത്. എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും ഞാൻ അത് തെറ്റായിപ്പോയി എന്നുള്ളതല്ല, പലപ്പോഴും ഈ നമ്മൾ ഈ പെണ്ണുങ്ങളെ കുറിച്ചിട്ടുള്ള സിനിമകൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ ക്ലൈമാക്സിൽ ഒരു ഭയങ്കരമായൊരു സക്സസ് ഉണ്ടാക്കിയില്ലെങ്കിൽ എന്തോ ഒരു പ്രശ്നം എന്നുള്ള പോലെ ഉണ്ട്. ഞാൻ ആലോചിക്കുമ്പോൾ നിമിഷയുടെ സക്സസ് എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങുക എന്നുള്ള അങ്ങനെയാണ്. അപ്പോൾ ആ ഡാൻസൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തും ഒരുപാട് എഫേർട്ട് എടുത്തും ഒരുപാട് സമയം എടുത്തും ഒരുപാട് പൈസ മുടക്കി എടുത്തിട്ടുള്ള ഒരു സീക്വൻസ് ആ സിനിമയെ സംബന്ധിച്ച്. അപ്പോൾ അത് ഞാൻ പിന്നീട് നോക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് വല്ല ബീച്ചിലോ എവിടെയെങ്കിലും പോയി ഇരിക്കുകയോ SM സ്ട്രീറ്റിലൂടെ വന്ന് വളരെ സ്വതന്ത്രമായി നടക്കുകയൊക്കെ ചെയ്താൽ ഇതിനേക്കാളും പവറും ഭംഗിയും ഉണ്ടായിരുന്നതായിട്ട് പിന്നെ എനിക്ക് തോന്നി. അത് നമ്മുടെ ഒരു സിനിമകൾ വീണ്ടും കാണുമ്പോൾ നമ്മുടെ സിനിമകൾക്കുള്ള കുഴപ്പം നമുക്ക് തോന്നും. അപ്പോൾ പലരും എൻ്റെ സിനിമാറ്റോഗ്രാഫർ ഉൾപ്പെടെ പലരും ആ ഡാൻസ് സീക്വൻസിനോട് ഇപ്പോഴും ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാർ തന്നെ, നമ്മുടെ തോന്നൽ എന്നുള്ളതുള്ളൂ. അതുപോലെ സാറിപ്പോൾ ഈ വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ സാറിന് ധൈര്യം കിട്ടുന്നത് അതിൻ്റെ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എൻ്റെ നിർമ്മാണം സാറും സുഹൃത്തുക്കൾ കൂടി ആയതുകൊണ്ട് കൊണ്ടല്ലേ? കാരണം വേറൊരു നിർമ്മാതാവാണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ക്രിയേറ്റീവ് പ്രോസസ്സിൽ ഇടപെടാനും തിരുത്തൽ ആവശ്യപ്പെടുകയൊക്കെ ചെയ്തേക്കാം. ആ ഒരു സ്വാതന്ത്ര്യം കൂടി കിട്ടുന്നില്ല. അത് സ്വാതന്ത്ര്യവും അതേപോലെ ഒരു ഭാഗ്യവുമാണ്. ഇപ്പം ഞാൻ തന്നെ മാത്രമല്ല എൻ്റെ സിനിമകൾ നിർമ്മിച്ചിട്ടുള്ളത്, അത് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൻ മുതലാണ്. അവിടം വരെ നമുക്ക് എത്താൻ ആദ്യത്തെ 2 സിനിമകളുണ്ട്. ഇപ്പോൾ ഇവിടെ ആരും പരാമർശിക്കാത്തൊരു സിനിമയുണ്ട്. എൻ്റെ ആദ്യത്തെ സിനിമയുടെ പേര് 2 പെൺകുട്ടികൾ. അപ്പോൾ അതിനുശേഷം കുഞ്ഞുദൈവം. ഇത് ഞങ്ങൾ ഇങ്ങനെ നിർമ്മാണം തുടങ്ങി, ഇതേപോലെ സുഹൃത്തുക്കളെല്ലാവരും കൂടെ ചേർന്ന് അത് നിർമ്മാണം തുടങ്ങി. ഒരു ഘട്ടത്തിലെത്തുമ്പോൾ സിനിമ ഞങ്ങളുടെ പൈസ ഇല്ല. അപ്പോൾ നമ്മളെ കൂടെ നിന്ന ഒരാളാണ് നസീബ് എന്ന് പറഞ്ഞ നമ്മുടെ കൂട്ടുകാരൻ, എൻ്റെ എഡിറ്ററിൻ്റെ കസിനാണ്. അപ്പോൾ നസീബിക്ക വന്ന് നമ്മളെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുന്നു. ആ സിനിമ തീർത്തു. ആ സിനിമയുടെ നിർമ്മാതാവിൻ്റെ പേര് നസീബ് BR എന്ന്. അതിനുശേഷം ആ സിനിമയ്ക്ക് പൈസയൊക്കെ നമുക്ക് തിരിച്ചു കിട്ടി. അതായത് അത് കൂടുതലും കേരളത്തിൽ റിലീസാവുകയും തിയേറ്ററിൽ വർക്കാവാത്ത സിനിമയാണ്. പക്ഷേ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ നിന്ന് ഇത് കിട്ടിയപ്പോൾ ഈ നസീബിൻ്റെ സുഹൃത്തുണ്ട് സനു, ഇവർ രണ്ടുപേരും പറഞ്ഞു ചേട്ടാ നമുക്ക് അടുത്ത പടം ചെയ്യാം. അപ്പോൾ അവരെന്ന് പറയുന്നത് ഞങ്ങൾ ഏകദേശം പൂർത്തിയാക്കിയ ഒരു സിനിമയിൽ വന്ന് ജോയിൻ ചെയ്ത 2 നിർമ്മാതാക്കളാണ്, നസീബ് സനു. അവർ നമ്മളോട് നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുക പോലും ഇല്ല. ജോയിച്ചേട്ടന് ഇഷ്ടമുള്ള സിനിമ ചെയ്തു, നമ്മളുണ്ട് കൂടെ. അങ്ങനെ രണ്ടാമത്തെ സിനിമ കുഞ്ഞുദേവൻ ചെയ്യുന്നു. അതും ഒരു തിയേറ്ററിൽ വലിയ കുഴപ്പമില്ലാതെ ആ സമയത്ത് മേജർ സെൻറ്ററുകളിലൊക്കെ ഓടിയൊരു സിനിമയാണ്. ഒരുപാട് ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലിലൊക്കെ പോയി. അതിനുശേഷമാണ് ഞാൻ അടുത്ത സിനിമ കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് ചെയ്യുന്നത്. അപ്പോഴും നമ്മുടെ ഈ 2 സിനിമകളുടെ പൊതു സ്വഭാവം കൊണ്ട് നമുക്ക് ഈ സിനിമയൊക്കെ ചെയ്യാൻ അറിയാമെന്ന് ഏതാണ്ട് അവർക്ക് തോന്നുക. അങ്ങനെയാണ് കിലോമീറ്റേഴ്സ് വേറെ ടോവിനോയുടെ ഒരു സുഹൃത്ത് റംഷിയും കൂടെ പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ അവിടെ നമ്മളെ ആരും ചോദ്യം ചെയ്യാനൊന്നും വരുന്നില്ല. അല്ലെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കും, അത് ജെന്യുവനായിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും, ജെന്യുവനായിട്ടുള്ള അവരുടെ ആശങ്കകളായിരിക്കും. അതിന് നമ്മൾ മറുപടി പറയും. അവർ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത് നമ്മൾ തിരുത്തുകയൊക്കെ ചെയ്യും. പിന്നെ എനിക്ക് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിലെ ഒരു സ്ക്രീൻ പ്ലേക്ക് എത്തിയപ്പോൾ എനിക്ക് തന്നെ പൂർണ്ണ ബോധ്യം ഉണ്ടായിരുന്നു ആരും പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നില്ല ഇങ്ങനെ ഒരു സിനിമ. കാരണം ഇത് ആരോടും പറഞ്ഞാൽ മനസ്സിലാവില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് പറയാം നമുക്കിത് പ്രൊഡ്യൂസ് ചെയ്യാം, ഇത് ചിലപ്പം ഭീകരമായ മൊത്തം നഷ്ടമായിരിക്കാൻ വരിക, പക്ഷെ എനിക്ക് ഈ സിനിമ ചെയ്യണം. അതുകൊണ്ട് അവരെല്ലാം കൂടി വളരെ ചിലവ് കുറഞ്ഞ തന്നെ സിനിമയാണ് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ. അതിനകത്ത് അഭിനയിച്ചവരും സംഗീത പ്രവർത്തകരൊക്കെ സഹകരിച്ചു. പക്ഷെ നമുക്ക് എടുത്തു നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കി തന്നിട്ടുള്ള സിനിമ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണാണ്. അപ്പോൾ ആ ഒരു ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ കണ്ടിട്ട് മമ്മൂക്ക നല്ലതെന്ന് പറഞ്ഞ് എനിക്കൊരു മെസ്സേജ് അയച്ചവിടത്തു നിന്നാണ്
നമ്മൾ കാതലിൻ്റെ കഥ പറയാൻ പോകുമ്പോൾ അദ്ദേഹം കഥ പറയാനോട് നമ്മൾ കേൾക്കുന്നതും അദ്ദേഹം ആ സിനിമ നിർമ്മിക്കുമ്പോൾ ഇതേപോലെ തന്നെ ജിയോയുടെ ഇഷ്ടമുള്ള ജിയോക്ക് വേണ്ട സിനിമ ഉണ്ടാക്കിക്കുക, എന്തൊക്കെ വേണമെന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ എല്ലാം നമ്മൾ ചോദിച്ച എല്ലാ സൗകര്യത്തോടും കൂടെ ചെയ്യാൻ പറ്റിയൊരു സിനിമയാണ് കാതൽ. അതാ നമ്മുടെ ഒരു വന്ന വഴിയുടെ രീതിയും ഭാഗ്യവും ഒക്കെ ആണ്. അല്ലാതെ എന്താ പറയുക, അല്ലാതെ എനിക്ക് അതിനൊരു ആൻസർ ഇല്ല. ഇപ്പോൾ മമ്മൂട്ടിയുടെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ സിനിമയുടെ താരം സംവിധായകനാണെന്നും സിനിമയുടെ താരം കഥയാണെന്നും ഒക്കെ പറയാറുണ്ട്. പക്ഷെ കാതൽ എന്ന് പറഞ്ഞ സിനിമ അത് ഇത്രയും ശ്രദ്ധിക്കപ്പെട്ടത് മമ്മൂട്ടി എന്നൊരു താരം അതിൽ അഭിനയിച്ചത് കൊണ്ട് തന്നെയല്ലേ? കഥയുണ്ട്, കഥയിലെ കഥാപാത്രങ്ങൾ കഥാസന്ദർഭങ്ങൾ എല്ലാം മാറാതിരിക്കുകയാണെങ്കിൽ പോലും മമ്മൂട്ടിയുടെ സാന്നിധ്യം ആ സിനിമയെ കുറേയും കൂടെ ശ്രദ്ധേയമാക്കി ജനകീയമാക്കി എന്ന് തോന്നുന്നവരുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് സാറിന് പറയാനുള്ളത്? 100% ഞാൻ അതിനോട് യോജിക്കുക. കാരണം മമ്മൂട്ടി അല്ലെങ്കിൽ നമുക്കുള്ള ഈ പറഞ്ഞ നായക ഹീറോ എന്ന് പറയുന്ന ആൾക്കാർ ഭയങ്കരമായിട്ട് ക്രൗഡ് പുള്ളേഴ്സാണ്. അവർ ഫസ്റ്റ് ഡേയിൽ തിയേറ്ററിൽ കൊണ്ടുവന്ന അത്രയും ക്രൗഡ് ഇപ്പോഴൊക്കെ അത് മാറി വരുന്നു നമുക്ക് തോന്നലുണ്ടാക്കുമെങ്കിൽ പോലും ഇനിഷ്യൽ കളക്ഷൻ എന്ന് പറഞ്ഞ ഇവർക്കുള്ള അത്രയും ഇല്ല. അപ്പം നമ്മൾ കാതൽ ആലോചിക്കുമ്പോൾ ഫസ്റ്റ് മമ്മൂക്ക എന്നുള്ളതിൽ തോട്ട് പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, ഈ സിനിമ ഒരുപാട് പേര് കാണണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു സ്ക്രീൻ പ്ലേ അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ആദ്യത്തെ ഓപ്ഷനാണ് മമ്മൂക്ക. ഒന്ന്, ഈ സിനിമയെ മനസ്സിലാക്കാനുള്ള ഒരു മൈൻഡ് വേണം, ഒരു ഹ്യൂമൻ ബീങ് വേണം, നല്ല ആക്ടർ വേണം. നമ്മുടെ ഫസ്റ്റ് ചോയ്സിൽ രണ്ടിലും ആദ്യം വരുന്നത് മമ്മൂക്കയാണ്. അദ്ദേഹം നെഗറ്റീവ് നോ പറഞ്ഞിരുന്നെങ്കിലും ഈ സിനിമ ഞങ്ങൾ ചെയ്തേനെ. പക്ഷേ അദ്ദേഹം ഇതിൻ്റെ അകത്തോട്ട് വരുമ്പോഴത്തേക്കുള്ള ഗുണം എന്ന് പറഞ്ഞാൽ മമ്മൂക്ക പിന്നെ നമ്മുടെ അടുത്ത ആലും മമ്മൂക്ക മാത്രമല്ല ജ്യോതിക എന്നുള്ളൊരു ഫാക്ടറോടെ ഉണ്ട്. നമ്മൾ ഇനി ഓപ്പോസിറ്റ് ആയിട്ടുള്ള നമുക്ക് ആരെയും മലയാളത്തിൽ നിന്നൊക്കെ എന്താ നമ്മൾ കാസ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് ഇനി ആൻറ്റിസിപ്പേഷൻ ഉണ്ടാക്കാൻ വേണ്ട, ഇനി ആൾക്കാർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു കാത്തിരിക്കാനുള്ള ഒരു റീസൺ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ജ്യോതിക. നമ്മൾ അതിന് മുന്നേ വിദ്യാബാലൻ ഉൾപ്പെടെ പലരിടത്തും ഈ കഥ പറഞ്ഞിട്ടുണ്ട്. പല തിരക്കുകൾ കൊണ്ട് അവർക്കൊന്നും ജോയിൻ ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ ജ്യോതിക വരുമ്പോൾ മമ്മൂക്ക ജ്യോതിക നമ്മളൊരു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററൊക്കെ ഭയങ്കര പ്ലാൻഡ് ആയിരുന്നു. ഈ സിനിമ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്. ഡെഫിനറ്റ്ലി മമ്മൂക്കയുടെ സ്ഥലത്ത് വേറൊരാളോ പുതിയൊരാളോ ഒന്നും വെച്ചാൽ പിന്നെ നമുക്ക് ആ സിനിമയിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡേ വരുന്ന ആൾക്കാരുടെ അടുത്തുനിന്ന് പോസിറ്റീവ് റെസ്പോൺസ് ഉണ്ടായാൽ നമുക്കിത് ആ ഷോസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും, തിയേറ്ററിൽ ബോക്സ് ഓഫീസ് നന്നായിട്ട് പോകാൻ പറ്റും. അതിനൊരു റീസൺ മമ്മൂക്ക തന്നെയാണ്. അതിപ്പോൾ സാറിൻ്റെ കാസ്റ്റിംഗ് പൊതുവെ ശ്രദ്ധിക്കുകയാണെങ്കിൽ താരങ്ങൾ എന്ന് പറയുന്നത് മമ്മൂട്ടി, ജ്യോതിക അല്ലെങ്കിൽ സുരാജ് വെഞ്ഞാറമൂട് കുറച്ചുകൂടി ജനപ്രിയനാണ്. അതല്ലാതെ സാറിൻ്റെ സഹനിരമായിട്ടുള്ള ഒരു കാസ്റ്റ് ഉണ്ടല്ലോ, സെക്കൻഡറി കാസ്റ്റ്, അവരധികം പലരും നാടകത്തിൽ നിന്ന് വർഷങ്ങളുടെ അനുഭവ പരിചയമുള്ളവരാണ്, അതല്ലെങ്കിൽ പുതുമുഖങ്ങളാണ്. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് സാറ് സിനിമയെ കുറച്ചുകൂടി ജനപ്രിയമാക്കാൻ അല്ലെങ്കിൽ ജനകീയമാക്കാൻ വേണ്ടി ചെയ്യുന്നതാണോ? രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, നമുക്ക് ഈ കഥാപാത്രങ്ങൾക്കൊക്കെ നമ്മൾ ഇപ്പോൾ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിലെ അച്ഛൻ എന്ന് പറയുന്നത്, ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു സിനിമ കൂടെ ചെയ്തിട്ടുണ്ട്, ശ്രീധന്യ കേറ്ററിംഗ് സർവീസ് എന്നാണ്. ടോട്ടൽ ലോ സിനിമയാണ്. ആ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന 96-97% പുതിയ ആൾക്കാരാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു തരം ഫ്രഷ്നെസ് ഉണ്ടാവും. നമ്മൾ സ്ഥിരം കാണുന്ന ഒരച്ഛനെ കൊണ്ട് അവിടെ ഇരുത്താതെ പുതിയൊരാളെ ഇരുത്തുന്നു. ഒരു സംതിങ് ഫ്രഷ്നെസ് എന്നുള്ള ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. അത് പ്രൊഡ്യൂസേഴ്സിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പുതിയ ആൾക്കാരെ വെക്കുന്നു, നമുക്ക് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചാർട്ട് ചെയ്യാൻ പറ്റും. സിനിമയുടെ ചാർട്ടിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിലെ ഫാദറിൻ്റെ സ്ഥാനത്ത് നമ്മൾ വളരെ പോപ്പുലറായിട്ടുള്ള ഒരു അച്ഛൻ കഥാപാത്രം ചെയ്യുന്ന ഒരാളെ കൊണ്ട് ഇരുത്തി കഴിയുമ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഡേറ്റ് അനുസരിച്ചും കൂടെ ചാർട്ട് ചെയ്യണം. ഇപ്പം നമ്മൾ പലപ്പോഴും സിനിമകൾ ചെയ്യുമ്പോൾ ഇപ്പോൾ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ആണെങ്കിലും കാതലാണെങ്കിലും നമ്മൾ ഏകദേശം ഒരു അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റിയിൽ തന്നെ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. സീൻ ഓർഡർ ഏകദേശം 100% പറയാൻ പറ്റില്ല. ആ സീൻ ഓർഡറിൽ തന്നെ ചെയ്യണമെങ്കിൽ നമുക്ക് വളരെ കംഫർട്ടബിളായിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന ആക്ടേഴ്സ് വേണം. ചിലപ്പോൾ ഒരു ആക്ടർ ഡേ 1 വന്നാൽ 2 ദിവസം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡേ 10-ാം തീയതിയിലായിരിക്കും ഷൂട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് വന്നാൽ ആക്ടേഴ്സിന് ഒരു അഭിനയത്തിൻ്റെ ഒരു തുടർച്ച ഉണ്ടാവും. ഫിലിം മേക്കറിനെ സംബന്ധിച്ചും ഈ തുടർച്ച ഉണ്ടാവും. സിനിമാട്ടോഗ്രാഫർക്കും ഒക്കെ എളുപ്പമുള്ളൊരു പരിപാടിയാണ്. അതും ഒരു കാരണമാണ്. ഇപ്പോൾ അച്ഛൻ കഥാപാത്രങ്ങളുടെ കാര്യം പറഞ്ഞതുകൊണ്ടാണ്, സാറും അച്ഛനുമായിട്ട് വളരെ അടുപ്പമുള്ള ബന്ധമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി സാറ് പറഞ്ഞതിൽ നിന്നും. സാറ് പല അഭിമുഖങ്ങളിലും അത് ആവർത്തിച്ച് പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ സാറിൻ്റെ സിനിമയിലെ അച്ഛൻ കഥാപാത്രങ്ങൾ ചെറിയ രീതിയിൽ പ്രശ്നക്കാരാണ്. അതിപ്പോൾ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിലാവട്ടെ അച്ഛൻ ഒരു മുരടൻ സ്വഭാവക്കാരനാണ്. അദ്ദേഹം ആ വീട്ടിലെല്ലാവരും ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ഒരു കഥാപാത്രമാണ്. ഇപ്പോൾ കാതലിലാണെങ്കിൽ അവസാന നിമിഷം വരെ അച്ഛൻ കഥാപാത്രത്തിനെ കൊണ്ട് ആ സിനിമയിലെ മറ്റ് കഥാപാത്രങ്ങൾക്ക് യാതൊരു ഉപകാരമില്ല. അവസാന നിമിഷമാണ് അദ്ദേഹം മരുമകൾക്ക് വേണ്ടി എന്തെങ്കിലും ശബ്ദിക്കാം എന്ന് തീരുമാനിക്കുന്നതന്നെ. അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ? ജീവിതത്തിൽ നിന്ന് ബാക്കി എല്ലാ കാര്യങ്ങളും സാറ് ജീവിതത്തിൽ ഫോളോ ചെയ്യുന്ന ആശയങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണ് സിനിമയിലും. പക്ഷേ ഈ അച്ഛൻ കഥാപാത്രങ്ങളിലേക്ക് വരുമ്പോൾ സാറിൻ്റെ ജീവിതത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു നിലപാടാണ്. അല്ല, അപ്പം ഇങ്ങനെ ഭയങ്കര ഫ്രണ്ട്ലി ഫാദേഴ്സിനെ നമ്മൾ ഒരുപാട് സിനിമയിൽ ഓൾറെഡി കണ്ടു കഴിഞ്ഞു അല്ലേ? ഇപ്പം സത്യനന്ദിക്കാട് സാറിൻ്റെ
വീണ്ടും ചില വീട്ടുകാര്യം, അല്ലെങ്കിൽ കമൽ സാറിൻ്റെ ഒരു പടമുണ്ട്, മമ്മൂക്കയും നെടുപടി വേണും, അല്ല സോറി മോഹൻലാൽ നെടുപടി വേണു, അച്ഛനും ഡാഡിയും മോനുമായിട്ട് ഒരു ബുള്ളറ്റിലൊക്കെ പോകുന്ന പടത്തിൻ്റെ പേര് ഓർമ്മയില്ല, ഒരു എന്തൊരു ആംഗ്ലോ ഇന്ത്യൻ കൈൻഡ് ഓഫ് സിനിമ. ഒത്തിരി സിനിമയുണ്ട്. അല്ല ഓർക്കപ്പുറത്തല്ല, ഓർക്കപ്പുറത്താ? ഒത്തിരി ഉണ്ട്. ഇനി നമ്മൾ അല്ലെങ്കിൽ സംതിങ് പുതുതായിട്ട് എന്തെങ്കിലും പറയാൻ വേണം. അങ്ങനെയൊക്കെ ഉണ്ടാവുമെങ്കിൽ പറയാം. ഓൾറെഡി ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ഇവിടെ ഓൾറെഡി പല രീതിയിലുണ്ട്. ഇപ്പോൾ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചനെ കുറിച്ച് നമ്മൾ ഇത്രയും സംസാരിക്കുമ്പോൾ നമുക്ക് ആദാമിൻ്റെ വാര്യൽ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട് എന്ന് പറയുന്നത് പോലെ നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ ആദാമിൻ്റെ വാര്യയിൽ നിന്ന് എന്തെങ്കിലും ഒന്നോ രണ്ടോ കാര്യങ്ങൾ കൂടുതലായിട്ട് പറയാനുണ്ടല്ലോ എന്ന് വിചാരിച്ച് മാത്രമാണ് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൻ എടുക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൻ സിനിമ ഷൂട്ട് ചെയ്യേണ്ടെന്ന് തീരുമാനിച്ചാൽ ഞാൻ ഷൂട്ടിന് 10-30 ദിവസം മുന്നേ ആദാമിൻ്റെ വാര്യയിൽ കാണുന്നത്. അപ്പോൾ ഇനി എന്തിനാണ് ഈ സിനിമ എന്നുള്ള എൻ്റെ ചോദ്യത്തിൽ നിന്ന് നമുക്ക് 1-2 കാര്യമൂടെ പറയാനുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ബാക്കിയായിട്ടൊന്ന് പൂരിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അതുകൊണ്ടാണ് ഫാദർ ഞാൻ എന്താ പറയുക, ഇപ്പം ഞാൻ ഇവിടെ ഇരിക്കുന്നതിന് വലിയൊരു റീസൺ അദ്ദേഹം മരിച്ചുപോയി. ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ഒന്നും റിലീസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അദ്ദേഹം പോയി. ഇപ്പം ഞാൻ പതേറ പാഞ്ചലി എന്ന് പറഞ്ഞൊരു സിനിമ ആദ്യമായിട്ട് കൊണ്ട് കാണിക്കുന്നത്, ബെൻഹർ എന്ന് പറഞ്ഞ സിനിമ എന്നെ കാണിക്കുന്നത്, അരവിന്ദൻ്റെ ഓർക്കാപ്പുറത്ത് എന്നെ കൊണ്ട് കാണിക്കുന്നത്, അതൊക്കെ അച്ഛനാണ്. അപ്പോൾ അരവിന്ദൻ്റെ ഓർക്കാപ്പുറത്ത് എന്ന് പറഞ്ഞ സിനിമയുടെ വീഡിയോ കാസറ്റ് ഞാൻ സോറി ഒരിടത്ത് ഭയങ്കര മറവിയാണ്. ഒരിടത്തുനിന്നുള്ള സിനിമ കണ്ടിട്ട് ഒന്ന് ഈ വീഡിയോ ലൈബ്രറിക്കാർക്ക് ഈ ഒരിടത്തുനിന്നുള്ള കാസറ്റ് തിരിച്ച് വേണ്ട, കാരണം അത് ആരും കാണുന്നില്ല. ഞാൻ ഒരിടത്ത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ആ സിനിമ ഭയങ്കരമായിട്ട് മനസ്സിലാവുന്നു. ഈ പതരപ്പാഞ്ചിയിലൊക്കെ വളരെ നേരത്തെ എന്നെ കാണിക്കുന്നുണ്ട്. ഞാൻ 6 കണ്ട് പഠിക്കുമ്പോൾ ഞാൻ എനിക്ക് ഈ സിനിമയൊന്നും കാണണ്ട, എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല. പിന്നെ നമ്മളൊരു 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ടാണ് വീണ്ടും പതരപ്പാഞ്ചാലി റീവിസിറ്റ് ചെയ്യുന്നതും ആ സിനിമയെക്കുറിച്ച് ഞാനും ഫാദറും തമ്മിൽ ഒരുപാട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. അതൊക്കെ ഒരു നമ്മളെന്താ പറയുക, നമ്മളൊക്കെ ചോയ്സായിട്ട് കിട്ടുന്നതല്ലോ. എന്നാൽ അമ്മ അതുപോലെ നേരെ ഓപ്പോസിറ്റ്, സിനിമ എന്നും പറഞ്ഞ് നടന്ന് ഒരു വരുമാനവും ഇല്ല, വീട്ടിലെ കാര്യവും നോക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ അമ്മ തന്നെയാണ് എൻ്റെ അമ്മ. പക്ഷേ ഈ കുറേയൊക്കെ നമ്മളെ വീട് നമ്മളെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. അതിപ്പോൾ കുടുംബം എന്ന ഘടകത്തിനെ അതിനെ നല്ല രീതിയിൽ വിമർശിക്കുന്നുണ്ട് സാറിൻ്റെ സിനിമകൾ. പക്ഷെ ജീവിതത്തിൽ ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ അമ്മ വളരെയധികം എതിർക്കുകയും അച്ഛൻ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. പങ്കാളി സാറിന് പിന്തുണയാണ്. അപ്പം അങ്ങനെ സാറിന് പ്രത്യേകിച്ച് ഗുണകരമായി നിന്നൊരു ഘടകമാണ് കുടുംബം കേട്ടെടുത്തോളം. അങ്ങനെ ഒരു ഘടകത്തെ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാമൂഹ്യ വ്യവസ്ഥയാണ് സാറ് സിനിമയിൽ വിമർശിക്കുന്നതും. അപ്പോൾ അതെങ്ങനെയാണ് സാധിക്കുന്നത്? ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിലാണോ ഒരു സംവിധായകൻ എന്നുള്ള നിലയിലാണോ സാർ അതിനെ എതിർക്കുന്നത്? കാരണം രണ്ടും. ഞാൻ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിലാണ് എതിർക്കുന്നത്. കാരണം ഞാൻ സിനിമ ഒന്നും ചെയ്തില്ലായിരുന്നെങ്കിലും സിനിമ അല്ല എൻ്റെ മേഖലയെങ്കിലും ഞാൻ ഇങ്ങനെ തന്നെ ആയിരുന്നുവെങ്കിൽ ഞാൻ വേറെ എവിടെയെങ്കിലും ഇരുന്ന് ചിലപ്പോൾ കുടുംബത്തിനെ എതിർത്തേനെ. കുടുംബം എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഇങ്ങനെ മൂവ് ചെയ്യുന്നതിനെ കുറിച്ചാണ് എതിർക്കുന്നത്. കുടുംബം എന്ന് പറയുന്ന അച്ഛൻ മകൾ അല്ല അച്ഛൻ മക്കൾ ആ ഒരു സംഗതിനെ അല്ല. ഇപ്പോൾ ഞാൻ പറയട്ടെ, ഞാനിപ്പോൾ ഇന്ന് ഇവിടെ വന്നു, ഞാൻ 4 മണിക്ക് തിരിച്ചു പോകും. ഞാൻ 4 മണിക്ക് തിരിച്ചു പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് ഈ അറ്റ്മോസ്ഫിയർ 2-3 ദിവസം കൂടെ നിൽക്കാൻ ഭയങ്കര കൊതിയുള്ള മനുഷ്യനാണ്. എനിക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല. എനിക്ക് എൻ്റെ വീട്ടിലെ ജോലികളുണ്ട്, ഇല്ലെങ്കിൽ എൻ്റെ പാർട്ട്ണർ എൻ്റെ ഭാര്യ അവൾ തന്നെ ചെയ്യണം. അപ്പോൾ അവിടെ ഞാനും കൂടെ ഒന്ന് കൂടിയേക്കാന്ന് ഓർത്ത് ഞാൻ നേരത്തെ പോകുന്നത്. അത് എൻ്റെ വലിയ മഹാമനസ്കതയല്ല. നമ്മൾ ഈ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്നൊക്കെ സിനിമയൊക്കെ ചെയ്യാൻ തന്നെ കാരണം ഇത് നേരത്തെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അല്ലെങ്കിൽ വീട് മാനേജ് ചെയ്യുക എന്നുള്ളത് ഹെവി ടാസ്ക്കാണ്. അത് നമുക്ക് ഒരുപാട് ഫ്രസ്ട്രേഷനൊക്കെ തരും, മെൻ്റലി നമ്മളെ ഡിസോർഡർ ആക്കും, മെൻ്റലി നമ്മളെ ബാധിക്കും. അപ്പോൾ ഇതറിയാവുന്നതുകൊണ്ട് ഞാൻ നേരത്തെ അങ്ങോട്ട് പോകുന്നു അല്ലേ. അപ്പോൾ ഈ നേരത്തെ പോകുമെങ്കിൽ എല്ലാവരും ഒരുമിച്ചായിരുന്നെങ്കിൽ, അല്ലെ ഒരാളുടെ ഒരു തീരുമാനത്തോടെ എല്ലാവരും കൂടെ നിൽക്കുമായിരുന്നെങ്കിൽ നമുക്ക് ഈ കുടുംബത്തിനെ വിമർശിക്കേണ്ടി വരില്ല അല്ലേ. ഇപ്പം നമ്മളോട് ഒരു പെങ്കൊച്ചോ അല്ലെങ്കിൽ നമ്മുടെ മകളോ പറയാം എനിക്ക് ഈ കോഴ്സ് പഠിക്കാനാണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കോഴ്സ് പോലും സെലക്ട് ചെയ്യാനുള്ളൊരു സ്വാതന്ത്ര്യമില്ല അല്ലേ. ഒരു 7 മണി വൈകുന്നേരം കഴിഞ്ഞാൽ വീടുകളിൽ തിരിച്ചെത്തേണ്ടവരാണ് പെൺകുട്ടികൾ. ഇങ്ങനെയൊക്കെയുള്ള വളരെ വളരെ ചെറിയ കാര്യങ്ങൾ തൊട്ട് വലിയ ഒരു പാർട്ട്ണറെ ചൂസ് ചെയ്യുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ ഇതിനൊന്നിനും സ്വാതന്ത്ര്യമില്ലാതെ ഒരു തരം ജയിലായിട്ട് തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതെന്താ, നമ്മൾ കുറച്ചും കൂടെ സ്വാതന്ത്ര്യത്തിൽ ജീവിച്ചത് കൊണ്ടും ഇപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം വന്നിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് ചെയ്യുന്ന കാര്യങ്ങൾ എൻ്റെ അനിയത്തിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് തന്നെയായിരുന്നു. അത് നമ്മൾ ഫെമിനിസം ഒന്നും അങ്ങനെയൊന്നുമല്ല. നമുക്ക് ഒരാളെ മിസ് ചെയ്യത്തില്ലേ. ഇപ്പം ഞാൻ ഫസ്റ്റ് ഷോയ്ക്ക് പോകുന്ന ഒരാളാണ് ചെറുപ്പത്തിൽ മുതലേ. എൻ്റെ അനിയത്തിനെ എനിക്ക് കൂട്ടാൻ പറ്റത്തില്ല. അവൾക്ക് വരണം എന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ എൻ്റെ ചേച്ചിയുണ്ട്, അവൾക്ക് ഇത്തരം സാഹചര്യത്തിലൊന്നും വരണ്ട. അവൾക്ക് ഞാനൊരു പെൺകുട്ടിയാണ്, ഞങ്ങളുടെ ലൈഫ് ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കി തന്നെയാണ് അവൾ അന്നും ഇന്നും ജീവിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ എൻ്റെ അനിയത്തി ഇതിനെയൊക്കെ ചോദ്യം ചെയ്യുകയും അവിടെ നിന്ന് തന്നെ നമുക്കൊരു തോട്ട് ഉണ്ടായി വരുന്നുണ്ട്.
കുടുംബം നല്ലപോലെ പോയാൽ നല്ലതാണ്. കുടുംബം നല്ലപോലെ അല്ല പോകുന്നത്. ഇപ്പം ജിയോ ബേബി മാത്രമല്ല, കഴിഞ്ഞ കുറേ വർഷങ്ങൾ, ഈ അടുത്ത സമീപ വർഷങ്ങളിൽ ഇറങ്ങിയിട്ടുള്ള സിനിമകളൊക്കെ നിങ്ങൾ എടുത്തു നോക്കൂ. അതെല്ലാം കുടുംബം എന്ന് പറയുന്ന വ്യവസ്ഥയെ നല്ല കൃത്യമായി ചോദ്യം ചെയ്യുന്നുണ്ട്. ഈ IFFK കഴിഞ്ഞ IFFKയിലെ ജൂറി, മലയാള സിനിമ ജൂറിയിൽ അംഗമായിരുന്നു ഞാൻ. അതിൽ 14 സിനിമകളാണ് മലയാള സിനിമ ടുഡേ എന്നുള്ള കാറ്റഗറിയുള്ള. അതിൽ 14 സിനിമകളിൽ ഒരു 70-80% സിനിമകളും ചോദ്യം ചെയ്യുന്നത് കുടുംബ വ്യവസ്ഥയാണ്. ഇപ്പോൾ ഡോണിൻ്റെ ഫാമിലി എന്ന് പറഞ്ഞ സിനിമയുണ്ട്, എനിക്ക് ഭയങ്കര ബ്രില്യൻ സിനിമയായിട്ട് തോന്നി. അതൊക്കെ കുടുംബം എന്ന് പറഞ്ഞൊരു വ്യവസ്ഥയെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മുടെ കൊമേഴ്ഷ്യൽ സിനിമ ഉൾപ്പെടെ. അപ്പോൾ ഒരു തരം റിവേഴ്സ് കണ്ടീഷനിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്നതായിരിക്കും. നമ്മളും അത് നിൽക്കുമ്പോഴും കുടുംബത്തിനോട് ഭയങ്കരമായിട്ട് ഇതൊന്നും നമ്മൾ ഭയങ്കര ഇഷ്ടത്തോടെ അല്ലല്ലോ ചെയ്യുന്നത്. ഞാനിതാ ഇന്ന് തന്നെ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നു എന്ന് പറഞ്ഞല്ല പോകുന്നത്. ഇന്ന് തന്നെ വീട്ടിൽ പോകണമല്ലോ, എനിക്ക് ഒരുപാട് ജോലി ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് തല മരച്ചിട്ട് തന്നെയാണ് പോകുന്നത്. അല്ലാതെ ഞാനൊരു കൊതിയോടെ കയറി ചെല്ലുന്ന സ്ഥലം ചില സമയങ്ങളിലൊക്കെ അങ്ങനെ ഉള്ളൂ. അപ്പോൾ എനിക്കിവിടെ നിൽക്കാൻ ഇഷ്ടവും ഞാൻ അങ്ങോട്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ അല്ലേ. അപ്പോൾ ഒരു പെൺകുട്ടീനെ സംബന്ധിച്ചോ ഇതിനേക്കാളും നേരത്തെ ചിലപ്പോൾ പോകേണ്ടി വരും. ഇങ്ങനെ ഒരു പരിപാടി തന്നെ ചിലപ്പോൾ വരാൻ പോലും പറ്റില്ല. ഈ വീട്ടുകാര്യങ്ങളിലെ അസമത്വമാണ് സാർ പറയുന്നത്. ഈ ഒരു തീം എനിക്ക് തോന്നുന്നു സാറിൻ്റെ എല്ലാ സിനിമകളിലും തുടർച്ചയായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ആദ്യത്തെ സിനിമ 2 പെൺകുട്ടികളിലും 2 പെൺകുട്ടികളുടെ ലോകം മാറുന്നതാണല്ലോ. പിന്നെ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിലേക്ക് വരുമ്പോഴും ഈ വീട്ടു ജോലികളിൽ വരുന്ന ഒരു അസമത്വം, അല്ലെങ്കിൽ അതിൻ്റെ പവർ സ്ട്രക്ചറിൽ വരുന്ന ഡിഫറൻസ് ചോദ്യം ചെയ്യുന്നത്. ഇത് കാതലിലുമുണ്ട്. കാതലിൽ എത്ര ഡ്രൈവിംഗ് പഠിക്കുന്ന ഒരു സീനിൽ ആ സ്ത്രീകൾ പറയുന്നുണ്ട്, ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കാൻ നല്ല സുഖമാണ്, വീട്ടിൽ പോയി പണിയെടുക്കണം എന്ന് പറഞ്ഞിട്ട് അവർ ഡ്രൈവിങ്ങും പഠിക്കുന്നില്ല, പക്ഷെ അവർ ഡ്രൈവിംഗ് ബാക്ക് സീറ്റിൽ ഇങ്ങനെ തുടർന്നിരിക്കുകയാണ്. അതുപോലെ ആ വീട്ടിൽ നിന്ന് ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടും കേസ് മൂത്ത് വലിയ പ്രശ്നങ്ങളിലേക്ക് നയിച്ചിട്ടും ജ്യോതിക പിന്നെയും ആ വീട്ടിലെ ജോലികൾ തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു തീം എനിക്ക് തോന്നുന്നു സാറിൻ്റെ മനസ്സിൽ അത്ര ആഴത്തിൽ പതിഞ്ഞതുകൊണ്ട് തന്നെ ആയിരിക്കണം അതിങ്ങനെ ആവർത്തിച്ച് സിനിമകളിൽ പ്രകടമാവുന്നതും. അപ്പോൾ എന്തെങ്കിലും സാമൂഹ്യ മാറ്റം ഈ സിനിമകളിൽ, സാർ പറഞ്ഞ പോലെ ഒരുപാട് സിനിമകളിൽ ഇപ്പോൾ ഇത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്, ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു സാമൂഹ്യമായൊരു പ്രതിഫലനം ജീവിതങ്ങളിൽ സാർ ശ്രദ്ധിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു മാറ്റം വന്നതായിട്ട് തോന്നുന്നുണ്ടോ? അല്ല, മാറ്റം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്നൊരു സിനിമ കഴിഞ്ഞിട്ട് മാറിയെന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സിനിമകൾ കഴിഞ്ഞിട്ട് മാറിയെന്നോ ഉള്ളതല്ല. ഇപ്പം നമുക്ക് റിയലൈസേഷൻ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ സിനിമ തന്നെ ഉണ്ടാകുന്നത്. ഇപ്പം ഈ പൊന്മാൻ എന്ന് പറഞ്ഞൊരു സിനിമ തിയേറ്ററിൽ കളിക്കുന്നുണ്ട്. അപ്പോൾ ആ സിനിമ സ്ത്രീധനത്തെക്കുറിച്ച് പറയുന്നു അല്ലേ. 1961 തോന്നുന്നു നിരോധിച്ച സ്ത്രീധനത്തെക്കുറിച്ച് നമുക്ക് ഇന്നും സിനിമ എടുക്കേണ്ടയും സ്കൂളുകളിൽ നാടകം കളിക്കേണ്ടയും നമ്മൾ ഇന്ന് ചർച്ചകൾ സംഘടിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പം അതൊരു റിയലൈസേഷനായി ഈ ഒരു വിഷയത്തെ പറ്റിയൊരു സിനിമ ചെയ്യണം എന്നുള്ളത്. എന്നെ സംബന്ധിച്ച് ഭയങ്കര റിയലൈസേഷൻ ഉണ്ടായ ഒരു ഏരിയയാണ് ഈ അടുക്കള എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ആ നിമിഷ സജയൻ തന്നെയാണ്, എൻ്റെ വീടിലെ നിമിഷ സജയനാണ് ഞാൻ ആയതുകൊണ്ടാണ്. അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിവാഹം കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് ഇത് ചെയ്യാമെന്ന് പറയും. ഞങ്ങൾ ഒരുമിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഇത്രയും ഫ്രസ്ട്രേഷൻസ് ഇല്ല. കാരണം 2 പേരുണ്ടല്ലോ, ജോലി 2ആയിട്ടാണ് പോകുന്നത്. എൻ്റെ പാർട്ണർ ബീന ഒരു സമയത്ത് ഒരു പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ കുറച്ച് പഠിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ചെയ്തോളാം എന്നുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കലാണ് എന്നെ കൊണ്ട് വല്ലാതെ കിണിയിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ ഞാൻ പറയും. കാരണം നമുക്കതൊരു റിയലൈസേഷനാണ്. ഈ അടുക്കളയിലെ ജോലി രാവിലെ 6 മണിക്ക് അതിൻ്റെ അകത്ത് കയറി രാത്രി 10 മണിയായാലും 10:30 ആയാലും നമ്മൾ ഉറങ്ങാൻ കിടന്നാൽ പോലും തീരാത്ത ജോലികളാണ് അടുക്കള എന്ന് പറയുന്നത്. അതെനിക്ക് മനസ്സിലായി പോയതുകൊണ്ടാണ്. അതിപ്പം ഞാനിവിടെ ഇരിക്കുന്ന സ്ത്രീകളെ സൂചിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. ഒരു തരം ഭ്രാന്തമായൊരു അവസ്ഥയാണ് ഉണ്ടാക്കിയത്. കാരണം ഇപ്പം നിമിഷ കൈമണക്കുന്ന സീൻസ് എന്നൊക്കെ എൻ്റെ അവസ്ഥയാണ്. ഞാനിത് കുറേ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. രാത്രി കിടന്ന് ഞാൻ കൈ എറിയത് മണത്ത് നോക്കുമ്പോൾ ഭയങ്കര മോശം മണം. ഇപ്പം അതിൽ നിമിഷയുടെ സെക്സ് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല നിമിഷയ്ക്ക്. ഈ സെക്സിൻ്റെ ഇടയ്ക്ക് കൈ എറിയാതെ മണത്ത് പോവും. ഞാൻ പറയുന്നത് ഇത്രയും നമുക്ക് അനുഭവം ഉണ്ടായി കഴിയുമ്പോൾ നമ്മുടെ ഒരു മേഖല സിനിമ ആയതുകൊണ്ട് ഇതിനെ നമ്മൾ എന്തുകൊണ്ടൊരു സിനിമ ആക്കിക്കൂടാന്ന് ചിന്തിക്കുന്നിടത്താണ് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ റിയലൈസേഷൻ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും ഇവിടെ സ്ത്രീക്ക് എന്നുള്ളതല്ലാതെ അടുക്കള കേന്ദ്രീകരിച്ച് മാത്രം പറയുകയാണെങ്കിൽ പുരുഷനുണ്ടാകുന്നില്ല അല്ലേ. സ്കൂളിൽ പഠിപ്പിക്കുന്നില്ല. ഈ കഴിഞ്ഞ വർഷം കണ്ടാണ് അടുക്കള എന്നുള്ള ഇമേജിൻ്റെ അകത്ത് പുരുഷൻ്റെ പടവും കൂടെ തന്നെ കൊണ്ടുവച്ചത്. 2024 കണ്ടാണ്. അപ്പം അത്രയും എന്താ പറഞ്ഞ ഒരു ഒട്ടും ഭയങ്കര മോശമായിട്ട് കിടക്കുന്ന ഒരു ഏരിയയാണ്. അതാരും പഠിപ്പിക്കാൻ ശ്രമിക്കുന്നില്ല. ഇപ്പോൾ എന്താ പറയുക, സ്കൂളുകളിൽ ജെൻഡറിനെ കുറിച്ച് പഠിക്കുന്നില്ല. നമ്മളെല്ലാം ഈ ഒരു സിസ്റ്റം ഇങ്ങനെ ഫോളോ ചെയ്ത് വരും. അപ്പോൾ അത് അനുഭവിക്കാൻ പറ്റിയത് ഒരു തരത്തിൽ നമുക്കത് ഭാഗ്യം എന്ന് പറയാം. അങ്ങനെ സിനിമ ചെയ്യാൻ പറ്റി എന്നുള്ളതല്ലാതെ വേറെ രീതിയിൽ നോക്കുമ്പോൾ എനിക്ക് വീടിൻ്റെ ഒരു അടുക്കളയും ഞാൻ പൈസ കൊടുക്കാത്ത കഴിക്കാത്ത ഫുഡുകളൊന്നും തന്നെ എനിക്ക് എൻജോയ് ചെയ്യാൻ പോലും പറ്റാത്തൊരവസ്ഥയുണ്ട്. കാരണം ഇപ്പം ഞാനൊരു വീട്ടിൽ ചെന്ന് കയറുന്നു, ചായ എടുക്കട്ടെ എന്ന് ചോദിച്ചാൽ ചായ വേണ്ട. കാരണം ചായ എടുക്കുന്നതിന് ബുദ്ധിമുട്ട് എനിക്കറിയാവുന്നത് കൊണ്ടാണ്. കാരണം സീരിയസ്ലി അത് ചിരിക്കാനുള്ള കാര്യമല്ല. അത് എങ്ങനെയാണ് ചായ ഉണ്ടാകുന്നത്? ഒരു ചായക്ക് ഒരു സോസ്പാൻ എടുക്കണം, അതിൻ്റെ അകത്ത് പാലൊഴിക്കണം, തേയിലപ്പൊടി ഇടണം, അത് അരിക്കണം, എന്നിട്ടൊരു ഗ്ലാസ്സിൽ ഒഴിക്കണം, അപ്പോൾ ചായയാവും.
കുടിക്കാം. കുടിച്ച് തിരിച്ച് ചെന്ന് കഴിഞ്ഞാൽ അരിപ്പ കഴുകണം. ഈ സോസ്പാൻ എങ്ങാനും വെള്ളത്തിലിട്ടിട്ടല്ല പോകുന്നെങ്കിൽ ഭയങ്കര പാടാണ് അത് കഴുകാൻ, അല്ലേ? ഹൊറിബിളാണ്. വേറെ എന്തെങ്കിലും രീതിയിൽ ചായ ഉണ്ടായി വന്നിരുന്നെങ്കിൽ ഞാൻ ആലോചിച്ച് പോയിട്ടുണ്ട്. കാരണം ഈ സ്വിച്ച് ഇടുമ്പോൾ വരുന്ന ചായയുണ്ട്, പക്ഷെ അതിനൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് ഇല്ല. അപ്പം ഞാൻ തന്നെ ചായ ഉണ്ടാക്കി കുടിക്കുന്ന പരിപാടി നിർത്തിയിട്ട് വർഷങ്ങളായി. കാരണം എനിക്ക് ഈ പെയിനിലൂടെ ഒന്നും കടന്നു പോകാൻ വയ്യാത്തതുകൊണ്ടാണ്. അപ്പോൾ ഒരു വീട്ടിൽ ചെന്നിട്ട് ചായ ചോദിക്കുമ്പോൾ നോ എന്ന് പറയും ഞാൻ. അപ്പോൾ ഫുഡ് കഴിക്കുന്ന ഒരു വീട്ടിൽ ചെന്ന് ഫുഡ് ഉണ്ടാക്കുന്ന അവരുടെ ബുദ്ധിമുട്ടല്ല, അത് കൂടുതലും സ്ത്രീകളായിരിക്കും. ഇപ്പം നമ്മളിതെല്ലാം സ്ത്രീകളുടെ സപ്പോർട്ടീവായിട്ടെന്ന് പറയുന്നത് ഈ ഒരു സമത്വത്തിൻ്റെ ഏരിയയിൽ മാത്രമാണ്, അല്ലേ? അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു പുരുഷൻ എന്നുള്ള രീതിയിൽ വേറെ തരത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ മെൻ്റൽ ഹെൽത്ത് ഏരിയയിലാണെങ്കിലും ലോകവ്യാപകമായിട്ട് ആത്മഹത്യ റേറ്റും ഒക്കെ പുരുഷന്മാർക്ക് തന്നെയാണ് കൂടുതൽ. ഞാൻ ഈ സമത്വം എന്നുള്ളൊരു സ്ഥലത്ത് മാത്രമാണ് ഇവരെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നത്. ഞാനല്ലാതെ ഒരുപാട് പ്രശ്നങ്ങൾ ആണുങ്ങൾക്കാണ് കൂടുന്നത്. ഇനി എനിക്ക് നോക്കിക്കോ, പുരുഷന്മാരെക്കുറിച്ചുള്ള സിനിമകൾ പോലും ഇനി വരാൻ തുടങ്ങും, ജെന്യുവനായിട്ടുള്ള നല്ല സിനിമകൾ വരാൻ. കാരണം അവരുടെ വിഷയങ്ങൾ വേണ്ടാത്ത രീതിയിൽ അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല. ഇപ്പോൾ പൊന്മാൻ എന്ന് പറഞ്ഞ സിനിമ ഞാൻ വീണ്ടും പറയുന്നത് വേറൊന്നുമല്ല, അതിൽ ആണുങ്ങളുടെ ഒരു വൈകാരികമായ തലത്തെ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ആ സിനിമ കുറേയെങ്കിലും, അത് വളരെ നല്ല രീതിയിൽ. അപ്പോൾ നമ്മൾ പലപ്പോഴും സ്ത്രീകളെ കുറ്റപ്പെടുത്തുന്ന തരത്തിലായിരുന്നു പലതിന് മുന്നുണ്ടായിട്ട് പല സിനിമകളെങ്കിലും റിയലായിട്ടുള്ള ഒരു പുരുഷൻ്റെ മനോവിഷമങ്ങളും ഈ സൊസൈറ്റി അവനെ എങ്ങനെയൊക്കെയാണ് ഒരു പുരുഷൻ എന്നുള്ള രീതിയിൽ അവൻ എങ്ങനെയൊക്കെ ഏതൊക്കെ സമയത്ത് പെരുമാറണം എന്നുള്ളതൊക്കെ അതും നമ്മുടെ തന്നെ അനുഭവമാണല്ലോ. അപ്പം നമ്മളെ അനുഭവങ്ങളാണ് ഇത്തരം സിനിമകളിലേക്ക് കൊണ്ട് എത്തിക്കുന്നത്. എന്തോ ചോദിച്ചാൽ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. സാറിൻ്റെ ഉത്തരം ഞങ്ങൾക്ക് കിട്ടി. താങ്ക് യു. അതിപ്പോൾ സാറ് പറഞ്ഞു അനുഭവങ്ങളിൽ നിന്നാണ് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ കണ്ടറിഞ്ഞു അനുഭവിച്ചറിഞ്ഞു എന്ന് പറഞ്ഞു. ആർത്തവത്തിൻ്റെതായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്തായാലും സാറ് അനുഭവിച്ചറിയാനൊരു വഴിയില്ല. അപ്പം അങ്ങനെ ഒരു രീതിയിലേക്ക് എങ്ങനെയാണ്? കാരണം ഞാൻ സിനിമ കണ്ടപ്പോൾ എനിക്കത് വിശ്വസിക്കാൻ പറ്റില്ല. ഇപ്പോഴും ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ടോ സമൂഹത്തിൽ നിന്ന് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ സുഹൃത്തുക്കളോട് ചോദിച്ചു, അവർക്കും പലർക്കും ഇതറിയില്ല. പിന്നെ അന്വേഷിച്ച് വന്നപ്പോൾ വളരെ മൈനോറിറ്റി ആയിട്ടുള്ള ചില വീടുകളിൽ മാത്രമാണ് ഇപ്പോഴും അതൊക്കെ പിന്തുടരുന്നത് മനസ്സിലാക്കാൻ പറ്റി. അപ്പം അങ്ങനെ ഒരു വലിയ സിനിമയുടെ ഒരു വലിയ സ്കെയിലിലേക്ക് ഈ ഒരു ഇഷ്യൂവിനെ നമ്മൾ കൊണ്ടുവരുമ്പോൾ മൈനോറിറ്റി ആണെങ്കിൽ പോലും മാറ്റപ്പെടേണ്ട ഒരു കാര്യമാണല്ലോ. അപ്പോൾ അതെങ്ങനെയാണ് സാർ അതിനുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ അല്ലാതെ എങ്ങനെയാണ് സാറിന് കിട്ടുന്നത്? ഭയങ്കര മൈനോറിറ്റി ആണെന്ന് ഞാൻ സമ്മതിക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ നമ്മുടെ ഏരിയയിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് റിസർച്ച് എന്ന് പറയുന്നത്. അതാ പറയാം. ഇപ്പം അത് ചെയ്തിട്ടുള്ള എല്ലാ സിനിമകൾക്കും റിസർച്ച് എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. അപ്പോൾ അതിൽ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടം നമ്മൾ ചോദ്യം ചെയ്യപ്പെടും. സിനിമകൾക്ക് തെറ്റുകളും കുറവുകളൊക്കെ ഉണ്ടാവും, പക്ഷെ നമ്മൾ റിസർച്ച് ഭംഗിയായി ചെയ്യും. ഒന്ന്, എൻ്റെ പാർട്ണർ ബീന മലപ്പുറം ജില്ലയിലെ ഒരു സ്ഥലത്തു നിന്നാണ് വരുന്നത്. അവരുടെ വീടുകളിൽ പോകുമ്പോൾ മീൻസ് മാറി ഒരു മുറിക്കകത്ത് പോയി അടച്ചുപൂട്ടിയിരിക്കുക എന്നുള്ളതല്ല, അലമാര തുറക്കാൻ പാടില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ എനിക്കിത് മനസ്സിലാകാത്തപ്പോൾ ഞാൻ ബീനയുടെ അടുത്ത് ചോദിച്ചു, എന്താ ഈ സംഭവം? ഇതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടിൻ്റെ ഭയാനകമായ വേർഷൻസ് നമ്മൾ അന്വേഷിച്ചപ്പോൾ തന്നെ കിട്ടി. അപ്പോൾ 30 വയസ്സുള്ള എൻ്റെ ഒരു സുഹൃത്ത് സ്ത്രീ, അവൾ പീരിയഡ്സ് ആയി കഴിഞ്ഞാൽ അടുക്കളയിൽ കയറാൻ പറ്റാതെ അടച്ചുപൂട്ടിയിരിക്കുന്ന കോൺക്രീറ്റ് ആയിട്ടുള്ള മറ്റേ നാലുകെട്ടൊന്നും ഇല്ലാത്ത ഇപ്പോഴത്തെ കണ്ടംപററി വീട്ടിലും ഇരിപ്പുണ്ട്. ഇനി മാലയിടുന്ന സമയത്ത് കേരളത്തിലെ വീടുകൾ എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നതെന്ന് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. അത് മൈനോറിറ്റി അല്ല, മെജോറിറ്റി തന്നെയാണ്. ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ഇറങ്ങിയ സമയത്ത് ഇതേ ചോദ്യം കമൻറ്റുകളായി വന്നു, ഇത് 70കളിലെ കേരളമാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇടയിൽ വന്നിട്ട് 20, 25, 15, 18, 19 ഒക്കെ വയസ്സുള്ള പെൺകുട്ടികൾ വന്നിട്ട് ഇത് ഇന്നത്തെ കേരളമാണെന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ അതിനുള്ള കമൻറ്റൊക്കെ റെഡിയാക്കി വെച്ചപ്പോഴത്തേക്കും നമ്പർ ഓഫ് പെൺപിള്ളേർ വന്ന് ഇതെൻ്റെ വീട്ടിലെ കഥയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മൈനോറിറ്റി ആയിരുന്നെങ്കിൽ ഞാൻ 2021 ഷൂട്ട് ചെയ്യത്തില്ല, എനിക്ക് 100% ഉറപ്പുണ്ട്. എന്നാൽ അതിനനുസരിച്ച് എല്ലാ വീടുകളിലും കഥയാണെന്നല്ല, ഇത്തരം വീടുകൾ ഒരുപാടുണ്ട്. വടക്കോട്ട് പോകുന്തോറും ഇത്തരം ആചാരങ്ങളുടെ ഒരു പവർ അല്ലെങ്കിൽ അത് കൂടി വരുന്നുണ്ട്. അതുണ്ട്. ഇന്നലെ ഞാൻ ചെങ്ങന്നൂർ ഒരു കോളേജിൽ പോയപ്പോൾ അവിടുത്തെ ടീച്ചർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഇതേ കാര്യം തന്നെയാണ്. അവരുടെ വീടുകൾ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിലെ അതേ വീടുകൾ തന്നെയാണ് എന്നുള്ളതിൽ. ഇപ്പോൾ സാറ് ലൈംഗികത എന്നുള്ള വിഷയം പറഞ്ഞു, മതം പറഞ്ഞു, രാഷ്ട്രീയം പറഞ്ഞു. ഇനി എനിക്ക് തോന്നുന്നു സാറ് സ്പർശിക്കാത്തൊരു വിഷയം നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായമാണ്. കാരണം അവിടെ സാറിന് തിക്താനുഭവങ്ങളാണ് കൂടുതലും തോന്നുന്നു. കാരണം ഇപ്പോൾ
വേദപാഠ ക്ലാസ്സിലാണെങ്കിൽ പറഞ്ഞു, അല്ലെങ്കിൽ കോളേജിൽ നിന്ന് പുറത്താക്കിയ കാര്യം പറഞ്ഞു. അപ്പോൾ ആ ഒരു മേഖലയിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ അവരെ ട്രെയിൻ ചെയ്യുന്ന രീതി, ആ ഒരു ഇപ്പോൾ ജെൻഡർ സ്റ്റഡീസിൻ്റെ കാര്യം സാർ പറഞ്ഞു, വല്ലാതെ അവഗണിക്കപ്പെടുന്നൊരു വിഷയമാണ്. അതുപോലെ പല വിഷയങ്ങളും. ഇപ്പോൾ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ പറ്റി സാറിൻ്റെ മകൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞു കേട്ടു, മകൻ പഠിച്ച സ്കൂൾ മാറിയപ്പോൾ അവനുണ്ടായൊരു വൈകാരികമായൊരു മാറ്റം, അല്ലെങ്കിൽ എങ്ങനെ പൊരുത്തപ്പെടുന്ന അറിയാതെ കുട്ടി പകച്ചു പോയ കാര്യം സാർ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ് ഞാൻ കേട്ടു. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു വിദ്യാഭ്യാസ രീതി എങ്ങനെ മാറ്റിയാലായിരിക്കാം നമ്മുടെ സമൂഹത്തിൽ നല്ലൊരു മാറ്റം വരിക? എനിക്കൊന്ന് ഞാൻ ആലോചിക്കുമ്പോൾ നമ്മൾ വീട്ടിൽ കുഞ്ഞുങ്ങൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 4 വയസ്സ് കഴിഞ്ഞാൽ 5 വയസ്സൊക്കെ ആകുമ്പോൾ അവർ സ്കൂളിൽ പോകുന്നു. പിന്നെ വേറെ രീതി നോക്കിയാൽ വീട് സ്കൂളാണ് അവരുടെ വലിയൊരു ഏരിയ. സ്കൂളിലാണ് ഒരുപാട് സമയം, ഒരു പകൽ സമയം കൂടുതലുള്ളത്. അപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ മക്കൾ ഒരാൾക്ക് 9 വയസ്സും വേറൊരാൾ UKG-യിലുമാണ് പഠിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കേരള സ്റ്റേറ്റ് സിലബസിലാണ് രണ്ടുപേരും പഠിക്കുന്നത്. നമ്മുടെ സിലബസൊക്കെ എടുത്ത് നമ്മൾ അനലൈസ് ചെയ്താൽ നല്ലതാണ്. ഇതിപ്പോൾ ഞാൻ എൻ്റെ മക്കൾ പഠിക്കുന്ന സ്കൂളുകളെ കുറിച്ചല്ല, അവിടുത്തെ ടീച്ചർ എന്നോട് പറഞ്ഞു എവിടെയെങ്കിലും പോയി സ്കൂളിനെ കുറിച്ച് പറയുമ്പോൾ പ്രത്യേകം പറഞ്ഞോണം ഞങ്ങളുടെ സ്കൂളല്ല എന്നൊക്കെ. കാരണം അവരൊക്കെ നന്നായിട്ട് കുട്ടികളെ നോക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ പറയുന്നതിനല്ല ഞങ്ങൾ തെറി കേൾക്കുന്നു എന്ന് അവർ പറയാറുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ഒരു സ്കൂളിനെ കുറിച്ചല്ല, നമുക്ക് നല്ല സിലബസ് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ഭയങ്കരമായിട്ട് പാളിപ്പോകുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലായിരിക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പോഴും കുഞ്ഞുങ്ങളെ വടി കാണിച്ച് പേടിപ്പിച്ചിട്ടാണ് ക്ലാസ്സിൽ മര്യാദയ്ക്ക് ഇരുത്തുന്നത്. ഇപ്പോൾ എൻ്റെ മോനെ ഒരു സ്കൂളിൽ നിന്ന് അടിച്ചതുകൊണ്ടാണ് ഞാൻ അവനെ സ്കൂൾ മാറ്റിയത്. അപ്പോൾ അടിക്കാൻ പാടില്ല എന്നൊരു റൂൾ ഉണ്ടായിരിക്കെ ഈ വടിയുമായി ക്ലാസ്സിൽ പോയി 2025-ലും അല്ലേ നമ്മളിപ്പോൾ ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മൾ വളരെ വിഷമത്തോടെ പറയും, ഈ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ കാണുന്ന അഗ്രസീവ് വയലൻസ് എന്ന് പറയുന്നത് എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? ഒരു കുഞ്ഞു കുട്ടി ഇവിടെ തട്ടി വീണാൽ നമ്മൾ ആദ്യമേ ചെയ്യുന്നത് ഈ മേശയ്ക്കിട്ട് 3-4 അടി കൊടുക്കുക എന്നുള്ളതാണ് അല്ലേ? അവിടം തൊട്ട് തുടങ്ങുന്ന ഒരു ചെയിൻ ഓഫ് വയലൻസ് ആണ് നമ്മുടെ ലൈഫ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വണ്ടി മറിഞ്ഞ് കിടന്നാൽ പോലും ആ വണ്ടി മറിഞ്ഞ് കിടക്കുന്നത് കാണുക, ഫോട്ടോ എടുക്കുക എന്നുള്ള തരത്തിലേക്ക് പണ്ട് മുതലേ നമ്മൾ അങ്ങനെ. ഇതിപ്പോൾ ഇന്നത്തെ കാലത്തല്ല, ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾക്ക് തന്നെയാണ്, നമ്മൾ വളർന്നു വന്ന. അപ്പോൾ സ്കൂളിൽ ചെല്ലുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വടിയെടുത്ത് അടിക്കുക എന്ന് പറയുന്നത്, ഇപ്പോൾ വടിയെടുത്ത് അടിക്കുന്നത് റയറാണ് കേട്ടോ. പക്ഷേ ഇത് അടിക്കാനുള്ള സാധനമാണ്, ഇത് ഇപ്പോൾ അടിക്കുമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേടിപ്പീരിലാണ് ഈ കുഞ്ഞുങ്ങളെ ആട്ടിത്തെളിച്ചുകൊണ്ട് ഇവർ പോകുന്നത്. ഭയങ്കര റോങ്ങാണ്. അപ്പോൾ ഇപ്പം നമ്മളിപ്പോൾ നേരത്തെ പേരൻറ്റിങ്ങിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു, എന്നെയൊന്നും എൻ്റെ അച്ഛനും അമ്മയൊന്നും അടിച്ചിട്ടില്ല. അതുകൊണ്ടുള്ള ഗുണം എനിക്ക് അവർക്ക് ഉണ്ടായിട്ടുള്ളതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിപ്പോൾ എൻ്റെ അച്ഛനോടും അമ്മയോടും ചോദിക്കണം, അച്ഛനില്ല. അല്ല ഞാൻ ഞാൻ നല്ലതായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല, ഇവനെ കൊണ്ട് അവരും കൂടെ പറയണം. ഇപ്പോൾ ഞാൻ ഇത്ര പ്രായമായിട്ടിരിക്കുമ്പോൾ എൻ്റെ അമ്മയോട് പോയിട്ട് എന്നെ റിവ്യൂ ചെയ്യാൻ പറഞ്ഞാൽ അവർ പറയുന്നതാണല്ലോ അതിൻ്റെ അകത്തെ കാര്യം. അപ്പം ഞാൻ വിചാരിക്കുന്നത് എനിക്കതൊക്കെ നന്നായിട്ട് വന്നുകൊണ്ടായിരിക്കും നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ അടിക്കാത്തത്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ ആരെങ്കിലും വെറുതെ അടിക്കുമ്പോൾ ഓക്കെ. പക്ഷേ ഇത് ശരിയാക്കണം, നമ്മുടെ കരിക്കുലമൊക്കെ മാറ്റി വേറെ രീതിയിൽ കൊണ്ടുവരണം. ജെൻഡറിനെ കുറിച്ച് പഠിക്കണം, സെക്സിനെ കുറിച്ച് പഠിപ്പിക്കണം. ഇതൊന്നും ഇതുവരെയും പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടില്ല. ഇപ്പോഴും ഈ വടിയും കാണിച്ച് പേടിപ്പിച്ച് ഇരുത്തുക എന്നുള്ളതല്ലാതെ ഭയങ്കര കോംപ്ലിക്കേറ്റഡായി കുഞ്ഞുങ്ങളുടെയൊക്കെ ലൈഫ്. ഇപ്പോൾ ഒരു മോൻ മരിച്ചില്ലേ, അവൻ ആത്മഹത്യ ചെയ്തില്ലേ കുറച്ച് ദിവസം മുന്നേ അല്ലേ? ഇവർക്ക് ഇതെന്താ അവർക്ക് ആരോട് ഷെയർ ചെയ്യാൻ പറ്റാത്തത് അല്ലേ? സ്വന്തം ക്ലാസ്സിൽ പഠിക്കുന്ന നമ്മൾ ഏറ്റവും എന്താ പറയുക പ്രീമിയം എന്നൊക്കെ പറയുന്ന തരത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ ഇടയിലും അവർ എന്താണ് കുഞ്ഞുങ്ങൾ റേസിസവും കളറും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ 2025 എന്ന് പറയുന്നത്, അതുണ്ടാക്കിയത് നമ്മളെല്ലാവരും കൂടെ. ആ കുട്ടി മരിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും കൂടെ ഉണ്ട് അല്ലേ? നമ്മൾ ആരെയും കളറിൻ്റെ പേര് പറഞ്ഞ് കളിയാക്കാതെയാണോ ഇരിക്കുന്നത്? മതത്തിൻ്റെയോ മറ്റേ തൊഴിലിൻ്റെയോ ഒക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ എങ്ങനെയാണ് മറ്റു മനുഷ്യരോട് പെരുമാറുന്നത്? ഈ കുഞ്ഞുങ്ങളൊക്കെ വളർന്ന സാഹചര്യം തന്നെയാണ് അവിടുത്തെ വില്ലൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഈ പറയുന്ന ഈ വയലൻസിനെ എന്തെങ്കിലും രീതിയിൽ കൺട്രോൾ. ഇപ്പോൾ എൻ്റെ മക്കൾ തന്നെ, എൻ്റെ വീട്ടിൽ വളരുന്ന എൻ്റെ 2 മക്കൾ എന്നോട് പറയുന്ന അപ്പാടെ സിനിമയ്ക്കകത്ത് ഇടിയില്ലാത്ത സിനിമയാണ്, മൊത്തം ഇടിയുള്ള സിനിമ എടുക്കണം. അപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ ആൺകുട്ടിയുടെ സ്കൂളിലുള്ള ഗ്യാങ്ങുകളുടെ പേര് തന്നെ RDX-ഉം തല്ലുമാല എന്നൊക്കെ. അല്ല ഇതൊക്കെ നമ്മുടെ കൂട്ടുകാരുടെ സിനിമകളാട്ടോ. നമ്മൾ ആ സിനിമയിലല്ലോ നമ്മൾ എങ്ങനെ വയലൻസ് എന്നുള്ളത് കുഞ്ഞുങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുന്നു. അവരുടെ എല്ലാത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്ന അടിയാണ് അല്ലേ? ഒരു സ്കൂട്ടറോ അല്ലെങ്കിൽ ഒരു കാറോ എവിടെയെങ്കിലും ഒന്ന് ചെറുതായിട്ടൊന്ന് തട്ടിയാൽ ഡോറ് തുറന്ന് ഇറങ്ങി വന്ന് അല്ലേ നമ്മുടെ ചീത്ത വിളിക്കുക, അടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് വണ്ടിയാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തട്ടൂല്ലേ എന്ന് നമുക്ക് ചിന്തിക്കാൻ പലപ്പോഴും പറ്റുന്നില്ല. അത് നമ്മുടെ വയലൻസാണ്. അതിനെയൊക്കെ ഇതൊക്കെ എനിക്ക് തോന്നുന്നത് ഇതൊക്കെ ഒരുപാട് സമയമെടുത്ത്
ഇപ്പോൾ 1-ാം ക്ലാസ്സിൽ ഇനിയിപ്പോൾ ചേരാൻ പോകുന്ന കുഞ്ഞുങ്ങളിൽ വർക്ക് ചെയ്ത് ആ ഒരു തലമുറയൊക്കെ ആകുമ്പോൾ മാറ്റിയെടുക്കാനും അത് ഗവൺമെൻറ്റൊക്കെ ഭയങ്കരമായിട്ട് ഇൻവോൾവായിട്ട് ഭയങ്കര ആത്മാർത്ഥമായിട്ട് ഇടപെട്ടാൽ മാത്രം ശരിയാക്കാൻ പറ്റുന്നതാണ്. അവസാനമായിട്ട് സാറിൻ്റെ ഇതുവരെ ചെയ്ത സിനിമകളിൽ ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ എഴുത്തുകാരൻ എന്ന നിലയിലാവട്ടെ സംവിധായകൻ നിലവാട്ടെ ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ സാറിന് ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ തന്ന സിനിമ ഏതാണ്? അതായത് ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ഈ സിനിമ നിർവഹിച്ചു അല്ലെങ്കിൽ ആവിഷ്കരിച്ചു എന്ന് തോന്നിയിട്ടുള്ളത് ഏതാണ്? എനിക്ക് ഞാൻ ചെയ്തതിൽ ശ്രീധന്യ കാറ്ററിംഗ് സർവീസ് എന്ന് പറഞ്ഞ സിനിമയാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. കാരണം അത് അധികം പേര് കണ്ടിട്ടുണ്ടാവില്ല. താങ്ക് യു. കാരണം ആ സിനിമയ്ക്ക് ഒരു സിനിമ അതിൻ്റെ ഒരു ക്യാമറ, അതിൻ്റെ ഒരു എഡിറ്റിംഗ്, അതൊക്കെ ഒരു തരം ഒരു മലയാള സിനിമയിൽ അങ്ങനെ ട്രൈ അധികം ചെയ്തിട്ടില്ല. ആ സിനിമ എന്ന് പറയുന്നത് കള്ളുകുടിയന്മാരുടെ ഒരു 1-2 നൈറ്റാണ്. ക്യാമറ ഏകദേശം അതുപോലെ, ഒരു വെള്ളം അടിച്ചിട്ടുള്ള ഒരു സിനിമാറ്റോഗ്രാഫർ, വെള്ളം അടിച്ചിട്ടുള്ള ഒരു എഡിറ്റർ എന്ന് പറയുന്ന പോലെ വെള്ളം അടിച്ചിട്ടുള്ള ആക്ടേഴ്സ്, ഒന്നിനും ഒരു കൃത്യതയൊന്നുമില്ല. സാധാരണ പോലെ അല്ല അത് എഡിറ്റ് ചെയ്തിരിക്കുന്നത്, സാധാരണ പോലെ അല്ല ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഒരു മനുഷ്യൻ കണ്ടിട്ടില്ല. ഇപ്പം ഇവിടെ 2-3 പേര് കണ്ടത് ഭയങ്കര സന്തോഷം. എനിക്ക് എൻ്റെ ഫേവറേറ്റ് വർക്ക്, കാരണം എനിക്ക് ഇനി അങ്ങനെ സിനിമ ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെ കമൻസ് ഒക്കെ നോക്കി അറിയാം, അത് ക്യാമറ ഭയങ്കര ഷേക്കിംഗ് ആണ്. ഇതിൻ്റെ ഈ യൂട്യൂബിലെ ട്രെയിലറിൻ്റെ അടിയിലൊക്കെ കമൻസ് ഭയങ്കര ഷേക്കി സിനിമയാണ്, ചിലർക്ക് തലവേദന ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൊക്കെ കുറേ നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കുന്നുമുണ്ട്. ഇപ്പോൾ തിയേറ്ററിലൊരു സെക്കൻഡ് റോയിലൊക്കെ ഫ്രണ്ട് റോയിലൊക്കെ ഇരുന്ന ആളിനെ സംബന്ധിച്ച് ഭയങ്കര പാടാണ് കുറച്ച് നേരം ആ സിനിമ. അപ്പോൾ അങ്ങനെയൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുമല്ലോ. ഇനി എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു അങ്ങനത്തെ ഒക്കെ ട്രൈ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ അതൊക്കെ നമുക്ക് ഓരോ ഓവർ കോൺഫിഡൻസിലൊക്കെ സംഭവിച്ച സിനിമയാണ്. അപ്പോൾ അത് സ്വീകരിക്കപ്പെടാത്തതുകൊണ്ട് നമ്മൾ വീണ്ടും റീതിങ്ക് ചെയ്യും. സിനിമ എന്ന് പറയുന്നത് ഇപ്പോൾ ആ സിനിമ സത്യം പറഞ്ഞാൽ ടോട്ടൽ ലോസാണ്. ഒരു സിനിമ ഉണ്ടാക്കാൻ ഒരുപാട് പണം ആവശ്യമുണ്ടല്ലോ. അപ്പം ഈ പൈസ തിരിച്ചു വന്നില്ലെങ്കിൽ നമുക്ക് അടുത്ത സിനിമ ചെയ്യാൻ പലതരത്തിൽ നമുക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കും. അപ്പോൾ ചെയ്ത സിനിമകൾ, എല്ലാ സിനിമകളും കുറ്റവും കുറവുകളും ഉള്ള സിനിമകൾ തന്നെയാണ്. അതെല്ലാം പ്രിയപ്പെട്ടതാണ്. ശ്രീധന്യ കാറ്ററിംഗ് സർവീസിനോട് ഒരു ഇച്ചിരിയുടെ സ്നേഹമുണ്ട്. എല്ലാവരും നിരാകരിച്ചത് കൊണ്ട് അതിനെ ഞാൻ ചേർത്ത് നിർത്തുന്നു. ഇനി കാണികൾക്ക് ചോദ്യം ചോദിക്കാം. മൈക്ക് പാസ് ചെയ്യുന്നതായിരിക്കും. സർ, എൻ്റെ പേര് അജ്സൽ. ഞാൻ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നു, കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ. അപ്പോൾ സർ, ഇപ്പോൾ സാറിൻ്റെ ഓൾമോസ്റ്റ് സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുകയുണ്ടായി. ഇത് എല്ലാം ഇന്നത്തെ കാലഘട്ടത്തിൽ മാറ്റേണ്ടത് യുവതലമുറയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ഇപ്പോൾ ഈ കാതൽ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയപ്പോൾ തന്നെ സാറിനെതിരെ വ്യക്തിപരമായിട്ട് ഒരുപാട് സൈബർ അറ്റാക്കുകൾ നടക്കുന്നത് ഞാൻ കണ്ടു. അതൊന്നും ഏതെങ്കിലും ഓൾഡ് ഏജ് ആളുകളല്ല കൂടുതലായിട്ടും എതിർത്തിട്ടുള്ളത്, മറിച്ച് ഈ യുവതലമുറയാണ്. ഇപ്പൊ ഈ മിഹിറിന്റെ കാര്യം വന്നപ്പോഴും അവിടെയും വില്ലന്മാരായി നിൽക്കുന്നത് യുവതലമുറയാണ്. അപ്പൊ ഇതെല്ലാം മാറ്റേണ്ടത് യുവതലമുറയാണെന്നിരിക്കെ ഇപ്പോഴും യുവതലമുറ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ മോശമായ രീതിയിലാണെന്ന് പറയാം. അപ്പോൾ ഇത് മാറ്റുന്നതിന് ഈ യുവതലമുറയ്ക്ക് സാറിന് കൊടുക്കാനുള്ള ഒരു ഇൻസൈറ്റ് എന്തായിരിക്കും? അല്ല, അങ്ങനെ ഇപ്പോൾ ഒരു ഇങ്ങനെ രീതി ചെയ്താൽ ഇതെല്ലാം ശരിയാവുമെന്നൊന്നും പറയാൻ എനിക്ക് അറിയത്തുമില്ല. ഇപ്പം നമ്മളിവിടെ ഞാനിവിടെ സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഇത്രയും കാലത്തെ അനുഭവത്തിൻ്റെയും ഒക്കെ ഉള്ളൊരു ബോധ്യത്തിലാണ്. അപ്പം അതിൽ തന്നെ എല്ലാം ശരിയായിരിക്കണം എന്നൊന്നുമില്ലല്ലോ. ഇത് ഞാൻ ആ കുഞ്ഞുങ്ങളെ ഒന്നും കുറ്റപ്പെടുത്തുന്നില്ല. ഞാൻ പറയുന്നത് ഇപ്പം ആ കുട്ടിയിൽ കുറ്റം ആരോപിച്ച അല്ലേ, അവനെ കളിയാക്കിയ ആ കുഞ്ഞുങ്ങളെ പോലും എനിക്ക് അവർ ചെയ്തത് മോശമാണ്, പക്ഷെ എന്തുകൊണ്ടാണ് അവരതങ്ങനെ ചെയ്യുന്നത് അല്ലേ? എന്തുകൊണ്ടാണ് ആ കുട്ടികൾ കളറിൻ്റെ പേരിൽ അവനെ കളിയാക്കിയത്, അവൻ്റെ മതത്തിൻ്റെ പേരിൽ അവനെ കളിയാക്കിയത്? അവർക്കിത് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഇവൻ്റെയൊക്കെ വീട്ടിൽ നിന്ന് തന്നെയാണ്. ഈ കുഞ്ഞെന്തിനാ പോയി മരിച്ചത്? ഇത്രയും മെൻ്റലി ഡൗൺ ആകുമ്പോൾ അവൻ ആരും ഇല്ലായിരുന്നോ സംസാരിക്കാൻ? എന്താണ് നിനക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും വന്ന് പറയാനൊരു സ്ഥലം അവന് ഇല്ലാതായി പോയത്? അതാരായിരുന്നു ഉണ്ടാക്കി കൊടുക്കേണ്ടത്? അവിടെ സ്റ്റേറ്റിന് ഉത്തരവാദിത്വമുണ്ട്. നമുക്ക് എല്ലാ സ്കൂളിലും കൗൺസിലേഴ്സൊക്കെ ഉണ്ട്, ഗവൺമെൻറ് സ്കൂളുകൾ ഉൾപ്പെടെ. എന്താ ഇതൊന്നും ഫങ്ഷൻ ചെയ്യാതിരുന്നത്? എനിക്കാരെയും ഉപദേശിക്കാനോ ഒന്നും അറിയത്തില്ല. നമുക്കിതിൻ്റെ അകത്ത് സങ്കടപ്പെടാം, ഇങ്ങനെ ഉണ്ടാവാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാന്നുള്ളതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നും ഞാൻ ഹെൽപ്ലെസ് ആണ്. നിങ്ങൾ അതേ ചോദിച്ച ചോദ്യം ഞാനും ചോദിക്കുന്നത്. ഇപ്പം നമ്മൾക്ക് ഇതിൻ്റെ കുറ്റം അവരുടെ പേരൻറ്റിങ്ങിനെയോ അല്ലെങ്കിൽ സമൂഹത്തിനെയൊക്കെ എത്തി വെച്ചിട്ട് നമുക്ക് മാറി നിൽക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇതിവിടെ നിൽക്കുകയല്ലേ ഈ പ്രശ്നം. എൻ്റെ മോൻ 9 വയസ്സുള്ള എൻ്റെ മോൻ കളിയാക്കപ്പെടുന്നത് അവൻ്റെ അച്ഛൻ കാതൽ എന്ന് പറഞ്ഞ സിനിമ ചെയ്തുകൊണ്ടാണ്. ആണുങ്ങളും കല്യാണം കഴിക്കാൻ പോകുന്ന സിനിമ എടുത്താനല്ലേ നിൻ്റെ അച്ഛൻ അങ്ങനത്തെ ഒരുത്തനാന്ന് കേൾക്കുമ്പോൾ എൻ്റെ മോൻ കരഞ്ഞോണ്ട് വീട്ടിൽ വരാറുണ്ട്.
അപ്പോൾ അവൻ എന്നോട് ഒന്ന് പറയുന്നുണ്ടെന്നുള്ളതാണ് ആകെയുള്ളൊരു ആശ്വാസം. പിന്നെ കാതൽ എന്ന് പറഞ്ഞ സിനിമ അവന് തന്നെ ഒരു ബോധവൽക്കരണം ഉണ്ടാക്കുന്നുണ്ട്. അല്ലെങ്കിൽ കാരണം ഇവരൊക്കെ വരുന്ന സാഹചര്യങ്ങൾ വളരെ മോശം വീടുകൾ. നമുക്ക് ഈ കുട്ടീനെ പോയി ചോദ്യം ചെയ്യാൻ പറ്റുമോ? അപ്പം ഞാൻ ആ കുട്ടീനെ ചോദ്യം ചെയ്യാൻ പോയിട്ടില്ല. കാരണം അതിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നതന്നെ നമുക്കറിയത്തില്ല. നമ്മൾ സമാനമായ മറ്റ് വിഷയങ്ങൾ വരുമ്പോൾ ഈ കുഞ്ഞുങ്ങളാണ് ഇതിൻ്റെ എല്ലാം പീഡനം ഏറ്റെടുക്കേണ്ടി വരും. അടി കിട്ടുമോ അല്ലെങ്കിൽ ടീച്ചേഴ്സ് വഴക്ക് പറയുമോ ഒക്കെ ചെയ്ത് അവസാനിപ്പിക്കുകയോ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു വല്ലാത്ത പ്രശ്നമാണ്. ഇപ്പം നമ്മൾ ഈ സൈബർ അറ്റാക്ക് ഒന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. അതൊക്കെ നമ്മൾ എന്ത് ചെയ്താലും ഉണ്ടാവും. ഇപ്പോൾ എന്താ പറയുക, നിരന്തരമായിട്ട് സക്സസ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും മലയാളികൾക്കൊരു ജലസ് ഉണ്ടാവും. അത് ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതല്ല, നമുക്ക് സക്സസ്സും തോൽവിയൊക്കെ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു സിനിമയിലാണെങ്കിലും. അതല്ലാതെ നിങ്ങൾ ചുമ്മാ നോക്കിയാൽ മതി, പെട്ടെന്നൊരു സിംഗർ വരുന്നു, കുറേ പാട്ടുകൾ പോപ്പുലർ ആവുന്നു, പിന്നെ എങ്ങനെയും ഒന്ന് അടിച്ച് ഇരുത്താനുള്ള ശ്രമം വരും അല്ലേ? അങ്ങനെയൊക്കെ എപ്പോഴും ഉണ്ടാവാറുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിലുള്ള മനുഷ്യർ ഇതിൻ്റെ അകത്ത് കോട്ട് ചെയ്യുമ്പോൾ മാത്രമേ എനിക്ക് ഭയങ്കര വിഷമം വരാറുണ്ട്. ഇപ്പോൾ കാതലുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരം കമൻറ്റുകളൊക്കെ പോസ്റ്ററുകളാക്കി എൻ്റെ പാർട്ട്ണറുടെയും മക്കളുടെയൊക്കെ പേരൊക്കെ വെച്ചുണ്ടാക്കിയിട്ടുണ്ട് ഓരോരുത്തന്മാരാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് കാണുമ്പോൾ എനിക്ക് നല്ല വിഷമം വരും, സങ്കടം വരും. കാരണം നമ്മൾ ചെയ്ത ഒരു കാര്യത്തിന് നമ്മൾ ചീത്ത കേൾക്കുന്നു, നമ്മൾ ചീത്ത പറയുന്നത് മനസ്സിലാക്കുക, ബാക്കിയുള്ളവർ എന്ത് ചെയ്യാനാണ്? അത് ഈ 5-6 വയസ്സൊക്കെ ഉള്ള 7-8 വയസ്സുള്ള കുഞ്ഞുങ്ങളെ നമുക്ക് വിഷമം വരും. അപ്പോൾ നമ്മളെന്താ ഭയങ്കര ഇത്തരം സ്ഥലത്തൊക്കെ പോയാൽ ഭയങ്കര അഗ്രസീവായി സംസാരിക്കാതിരിക്കുക, പലരും നമ്മൾ പ്രൊവോക്ക് ചെയ്യാണ്ടിരിക്കുക, അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ. താങ്ക് യു. ഹലോ, ഞാൻ സോമലത. സിനിമ ധാരാളം സിനിമകൾ കാണുന്ന ഒരാളാണ്. വളരെ പേഴ്സണലായിട്ടെങ്കിലും മിസ്റ്റർ ജിയോ ബേബിയോട് പറയണമെന്ന് വിചാരിച്ചൊരു കാര്യം പറയാനാണ് ഞാൻ മൈക്ക് മേടിച്ചത്. എനിക്ക് താങ്കൾ ഉണ്ടാക്കിയ സിനിമകളിൽ ഏറ്റവും സന്തോഷം തന്ന ഇഷ്ടപ്പെട്ട സിനിമയാണ് ശ്രീധന്യ കാറ്ററിംഗ്സ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്കളുടെ മറ്റു പല സിനിമകളിലും ചില ഭാഗങ്ങളൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. എനിക്ക് പല സ്ട്രോങ് ആയിട്ട് തന്നെ ഡിസഗ്രിമെൻ്റ് ഉണ്ട്. പക്ഷേ നമ്മൾ എന്തിനാണ് ഒരു സിനിമ കാണുന്നത്? എന്നെ സംബന്ധിച്ച് ഒരു സിനിമ ഉണ്ടാക്കുമ്പോൾ അത് സമൂഹത്തിനെ ഉദ്ധരിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും മെസ്സേജ് കൊടുക്കാനോ അതിനപ്പുറം അതിൽ നിന്ന് സന്തോഷം കിട്ടിയ ഒരു സിനിമയാണ്. ഞാനത് വീണ്ടും കണ്ടിട്ടുണ്ട്. ഒരുപാട് സന്തോഷം എനിക്ക്. അല്ല, ഞാൻ വളരെ സത്യസന്ധമായിട്ട് അത് പറഞ്ഞു. ഞാൻ നേരിട്ട് കാണാനൊക്കെ പറ്റും, സംസാരിക്കാൻ കിട്ടുമെങ്കിൽ താങ്കളോട് എനിക്കത് പറയണമെന്നുണ്ടായിരുന്നു. ഒരു സിനിമ തരുന്ന ഒരു സന്തോഷം. നമ്മുടെ വീട്ടിലൊക്കെ ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ എല്ലാവരും പറയും പല സിനിമകളും അത് സിനിമ നല്ലതാണ് കാണാമെന്നൊക്കെ പറഞ്ഞ് പിടിച്ചിരുത്തി കാണിക്കുക. എൻ്റെ ഹസ്ബൻഡ് ചെയ്തിരുന്നത് പുസ്തകങ്ങൾ കൊടുത്തിട്ട് ഈ പുസ്തകം നല്ലതാണെന്നൊക്കെ പറഞ്ഞ് പുസ്തകം കൊടുത്തു വിടുമായിരുന്നു. ഞാനാണ് സിനിമയാണ് കാണിക്കുക. അപ്പം അങ്ങനെ പലരെയും കാണിച്ചു കൊടുക്കുകയും ഇപ്പോഴും എനിക്കത് വളരെ സന്തോഷം തരുന്ന. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഞാൻ കോഴിക്കോട് ജീവിച്ച് കുറേ കാലം വർക്ക് ചെയ്തിരുന്ന ഒരാളാണ്. കോഴിക്കോടിൻ്റെ അത് പല ഘടകങ്ങളും ഉണ്ട്. അതിൽ അഭിനയിച്ച ആൾക്കാരും എല്ലാവരും വളരെ നന്നായി ചെയ്തിട്ടുണ്ട്. അഭിനയിച്ചവരിലൂടെയാണല്ലോ നമ്മൾ കാണുന്നത്. ബാക്കി ഘടകങ്ങളൊക്കെ സമന്വയിച്ച് വരുമ്പോഴും അഭിനയിച്ച ആ സിറ്റുവേഷൻസിലൂടെയാണ് വരുന്നത്. അപ്പോൾ കോഴിക്കോടത്തെ ആ കാര്യങ്ങളൊക്കെ വളരെ നൈസർഗികമായിട്ട് റിയലായിട്ടും സ്വാഭാവികമായിട്ടും ഒക്കെ കാണുന്നതിൻ്റെ സന്തോഷം. അതിനപ്പുറം ഒന്നും പറയുന്നില്ല. എനിക്ക് ശ്രീധന്യ കാറ്ററിംഗ്സ് ഇഷ്ടമായി എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ സന്തോഷം, ഭയങ്കര സന്തോഷം. ഞാൻ മൈക്ക് മേടിച്ചു. താങ്ക് യു. ഇനിയും റെക്കമെൻഡ് ചെയ്യൂ പലർക്കും കാണട്ടെ. തീർച്ചയായിട്ടും അല്ല, എനിക്ക് ഇന്ന് ഇത്രയും പേര് ഇരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആരെങ്കിലും ഒക്കെ കാണാത്തവര് പോയി കാണാൻ സാധ്യതയുണ്ട്. കാണട്ടെ. തീർച്ചയായിട്ടും അത് വളരെ നല്ലൊരു സിനിമയാണ്. താങ്ക് യു. അത് കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. അടിപൊളി. യു മേഡ് മൈ ഡേ കേട്ടോ ആൻറ്റി. സാറ് നേരത്തെ പറഞ്ഞായിരുന്നു ഇതേപോലെ കോളേജിൽ ഷോർട്ട് ഫിലിം ഈ ഹോമോസെക്ഷുവാലിറ്റീൻ്റെ എടുത്തിട്ട് കോളേജിൽ നിന്ന് പുറത്താക്കിയെന്ന്. സോ ഓൾറെഡി ഇതേപോലത്തെ ഫിലിംസ് എടുക്കുന്നതിന് മുന്നേ യു ഹാഡ് ആൻ എക്സ്പീരിയൻസ് ഓഫ് ഓക്കെ പീപ്പിൾ റിജക്ട് ചെയ്യുന്നുണ്ട്, എൻ്റെ ഈ ഐഡിയാസ് റിജക്ട് ചെയ്യുന്നുണ്ട്, എന്നെ ഇതേപോലെ ലൈക്ക് മേ ബി എൻ്റെ ഫിലിംസ് അക്സെപ്റ്റ് ചെയ്യപ്പെടില്ലെന്ന്. സോ പക്ഷേ സാർ അഗെയിൻ ചെയ്തേക്കുന്ന ഭൂരിഭാഗ സാധനങ്ങളും ഇതേപോലത്തുള്ള സാധനങ്ങളെ ഡീൽ ചെയ്തിട്ട് തന്നെ ആണ്. സോ ഹൗ വാസ് ദാറ്റ് പ്രോസസ്? ലൈക്ക് സാറിന് ഒരിക്കലും പേടി വന്നിട്ടില്ല എൻ്റെ സിനിമ അക്സെപ്റ്റ് ചെയ്യപ്പെടുവോ എന്ന്? അല്ല, ഇത് നമ്മളെ കോളേജിൽ നിറക്കി വിടുന്ന കോളേജിലുള്ള 3-4 പേരിരുന്ന് തീരുമാനിക്കുന്നല്ലേ ആ ഷോർട്ട് ഫിലിം കാരണം. അല്ലാതെ അത് കുറേ പേരിരുന്ന് കണ്ടിട്ടല്ലല്ലോ. അവരുടെ ബോധമില്ലായ്മയാന്ന് അന്നേ എനിക്കറിയായിരുന്നു. അല്ല, കാരണം നമ്മളൊരു ഷോർട്ട് ഫിലിം എടുക്കാൻ ഞാൻ നേരത്തെ വന്നല്ലോ, റിസർച്ച് ചെയ്തിട്ട് എല്ലാ സാധനവും ഞാൻ ചെയ്തിട്ടുള്ളൂ. ആദ്യകാലങ്ങളിലെ ഷോർട്ട് ഫിലിംസ് അല്ലാതെ നമുക്ക് ഹോമോസെക്ഷൽസിനെ കുറിച്ച് അത്രയും പഠനം നടത്തിയിട്ട് 5 മിനിറ്റുള്ള ഷോർട്ട് ഫിലിം ഭയങ്കര അമച്ചറായിട്ട് 2007 ഇത്രയും വർഷം മുന്നേ ഞാൻ ചെയ്യുമ്പോഴും
അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം സത്യമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നമുക്ക് അത് ബ്ലൂ ഫിലിമാണെന്ന് പറഞ്ഞ് എന്നെ ഇറക്കി വിട്ടെ. ഇപ്പം ഞാനും എൻ്റെ ഫാദറും എൻ്റെ മദറും ഒരുമിച്ചിരുന്ന് കണ്ട പടം അത്. ഫാദർ എന്നെ കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സിനിമയാണ്. അപ്പം നമുക്കെന്ത്, ഫാദർ തന്നെ പറഞ്ഞു, അമ്മമാർക്ക് ബോധമില്ല കേട്ടാന്ന് പുള്ളി എന്നോട് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമുക്ക് ഭയങ്കര ഇനിയും ഇത് ചെയ്യാൻ തോന്നുവാണല്ലോ. അപ്പോൾ ചെയ്യാം. അപ്പോൾ പിന്നെ എൻ്റെ ഒരു ടീച്ചർ ആശ എന്ന് പറഞ്ഞ എൻ്റെ ടീച്ചർ എന്നെ അടുത്ത് പറഞ്ഞ്, ജിയോ ഇത് ഇന്ന ഫെസ്റ്റിവലിൽ അയച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതെല്ലാം ചെയ്തു. അത് ഫെസ്റ്റിവൽ സെലക്ഷൻ കിട്ടി. കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും ഒക്കെ ഷോർട്ട് ഫിലിംസ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ നമ്മളിൽ വിശ്വാസം ഉണ്ടാവുമല്ലേ ചെയ്യുക. എനിക്ക് അങ്ങനെ പേടി തോന്നിയിട്ടില്ല. ഇതൊക്കെ അങ്ങനെ പേടിക്കേണ്ട എന്ത് കാര്യമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്, അല്ലേ? ഒരു ക്യാമറ എടുത്ത് കുറേ ആൾക്കാരുടെ ചുറ്റും നിന്ന്, അല്ലേ, ആരും കയറ്റി വിടാതെ ഭയങ്കര ക്ലോസ്ഡ് ആയിട്ടാണ് നമ്മൾ കാതൽ ഷൂട്ട് ചെയ്യുന്നത്, അല്ലേ? മമ്മൂക്ക ഉള്ളതുകൊണ്ട് ആൾക്കാർ വന്ന പറഞ്ഞു. അവിടെ എനിക്ക് സെക്യൂരിറ്റിയും എനിക്ക് സൗകര്യങ്ങളും മാത്രമേ ഉള്ളൂ. എനിക്കൊന്നും പേടിക്കണ്ട. പിന്നെ എന്താ പറയുക, ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ചെയ്യുമ്പോഴും അതെ, ഒന്ന് പാൻഡമിക്കിൻ്റെ സമയത്ത് ഷൂട്ട് ചെയ്യുന്നു. ഞങ്ങൾ അവിടെ എന്താ ഷൂട്ട് ചെയ്യുന്നതെന്ന് ആർക്കും അറിയത്തില്ല. വീട്ടിൽ താമസിക്കുന്നവർക്ക് പോലും അറിയത്തില്ല. നമ്മളൊരു പെണ്ണ് അടുക്കളയിൽ നിന്ന് എല്ലാ ദിവസവും ഇങ്ങനെ പണിയെടുക്കുന്ന ഷൂട്ട്. ആ വീട്ടുകാരെ തന്നെ, ഇത് നീ എന്തുവാണ് ഈ സിനിമ നിങ്ങൾ എടുത്ത് തീരാറായില്ലേ അടുക്കളയിൽ? കാരണം അവരുടെ ഒരു പാത്രം എടുക്കണം, ഇതേ അടുക്കളയിൽ വരണേ. അപ്പോൾ എന്ന് പറയുന്ന പോലെ, അപ്പോൾ അതിൻ്റെ അകത്തൊന്നും ധൈര്യമില്ല. പിന്നെ ഇത് ഇറങ്ങുന്ന കാര്യം, ഇറങ്ങിക്കഴിഞ്ഞ് ഈ പറയുന്ന പോലെ ഏതോ ഒരു സ്ഥലത്ത് ഫേക്ക് ഐ ഡിയും വെച്ചിട്ടിരുന്ന് പറയുന്ന കുറ്റങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. ഈ ഫേക്ക് ഐ ഡിയിലല്ലാതെ വന്നിട്ട് നമ്മുടെ അടുത്ത് പറയുന്ന വിമർശനങ്ങളൊക്കെ നമ്മൾ ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കുന്നത്. കാരണം ഈ വിമർശനങ്ങൾ നമ്മൾ കൊണ്ടില്ലെങ്കിൽ നമ്മുടെ അടുത്ത സിനിമ കുറച്ചുകൂടെ നന്നാക്കാനുള്ളൊരു സാധ്യത നമുക്ക് നഷ്ടപ്പെടുന്നത്. അപ്പം ഇങ്ങനെ തെറി വിളിക്കും, നമുക്ക് എന്ത് ചെയ്യാനാ? ഇപ്പോൾ നിങ്ങൾക്ക് എന്നെ അറിയില്ല, നിങ്ങൾ ഒരു മുഖം മൂടിയും വെച്ചിട്ട് അപ്പുറം എവിടെയെങ്കിലും വന്ന് നിന്നിട്ട് എന്നെ തെറി വിളിച്ചെങ്കിൽ നമ്മളത് മൈൻഡ് ചെയ്യത്തില്ലല്ലോ. അല്ല, നിങ്ങൾക്ക് എന്നോടൊരു കാര്യം പറയാനുണ്ട്, ആ കാര്യം ഭയങ്കര ജെനുവിനാണ്, ഞാൻ തിരുത്തപ്പെടേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ തിരുത്താനായിരിക്കും ശ്രമിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഒന്നും പേടിക്കാവുന്ന കാര്യമില്ല ഇന്നത്തെ കാലത്ത്. അങ്ങനെയൊന്നും പേടിയില്ല. നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഈ അയ്യങ്കാളി വില്ലുവണ്ടി ഓടിക്കാന്ന് പറഞ്ഞൊരു പരിപാടിയാണെന്ന് ഓടിക്കുക. അത് എന്തൊരു ഹീറോയിക്കാ, അല്ലേ? ആ കാലത്ത് അങ്ങനെ വണ്ടി ഓടിച്ചോണ്ട് ഇമാരുടെ ഇടയിൽ കൂടെ പോകുന്ന പറഞ്ഞാൽ അതിൻ്റെയൊക്കെ ഒരു 1000-1 അംശം പോലും ഇല്ല ഇങ്ങനെ ഒരു സിനിമ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ. എല്ലാ സൗകര്യങ്ങളും എല്ലാ പ്രിവിലേജിലും ഇരുന്ന് ഒന്നുമില്ല. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ, കോളേജ് പഠിക്കുമ്പോൾ അങ്ങനെ പടം ചെയ്യുന്നു. അതിനു മുന്നേ വീട്ടിൽ നിന്ന് എപ്പോഴും നിരന്തരം 10ാം ക്ലാസ്സിലോ 9ിലോ ഒക്കെ പഠിക്കുമ്പോൾ ഈ ഫാദറിനെ വിളിപ്പിര് തന്നെ ഈ ചീള് കേസുകളാണ്. അപ്പോൾ ഫാദർ തന്നെ വന്ന് പറഞ്ഞു, ഇങ്ങനത്തെ നിസ്സാര കാര്യം വല്ലോ പറഞ്ഞു വിടുവോ, ഫോൺ ചെയ്യുവോ, അന്ന് ലാൻഡ് ഫോണൊക്കെ ഉള്ള സമയം പോരെ, എന്തിനാ എന്നെ വിളിച്ച് ഇങ്ങോട്ട് വരുത്തുന്നത്? അങ്ങനെ. ഇപ്പം ഒരിക്കലും എൻ്റെ ഫാദർ എന്നെ കോളേജിൽ മദ്യപിച്ചു എന്നുള്ളൊരു പരാതിയിൽ എന്നെ വിളിപ്പിക്കുക. ക്ലാസ്സിലിരുന്ന് മദ്യം കഴിച്ചു. എന്നോട് ഫാദർ ചോദിച്ചു, നീ ക്ലാസ്സിലിരുന്ന് മദ്യം കഴിച്ചു? ഞാൻ പറഞ്ഞില്ല. ഞാൻ എന്തെങ്കിലും കഴിക്കണമെങ്കിൽ ഞാൻ ഫാദറിനോട് പറഞ്ഞിട്ട്, ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിട്ട് മദ്യം കഴിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫാദറിനോട് പെർമിഷൻ എടുത്തിട്ടേ കഴിച്ചിട്ടുള്ളൂ. ഉറപ്പാണല്ലോ? ഉറപ്പാണ്. ആ ഫാദർ കോളേജ് വന്നിട്ട് ഈ മറ്റേ നമ്മുടെ പ്രേമത്തിലെയൊക്കെ പുള്ളി പറയുന്ന പോലെ രഞ്ജിപ്പണിക്കൂർ എന്ന് പറഞ്ഞാൽ ഇവൻ ഒരെണ്ണം അടിക്കണമെങ്കിൽ അത് എൻ്റെ അടുത്ത് ഞങ്ങൾ വീട്ടിൽ നിന്ന് കഴിക്കാറുണ്ട്, ആ ക്ലാസ്സിൽ കഴിക്കത്തില്ല എന്ന് എനിക്കറിയാം, എൻ്റെ വെറുതെ സമയം കളയലെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോയതേ. അപ്പം നമുക്കിത് ശീലമുണ്ടല്ലോ, നമുക്ക് ചില കാര്യങ്ങളെ ചോദ്യം ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ വളർന്നതുകൊണ്ടാണ്. പ്രത്യേകിച്ച് പള്ളിയിലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര ഒരു അൺവാണ്ടഡ് കിഡായിരുന്നു ഞാൻ. അത് നമ്മുടെ ചൈൽഡ്ഹുഡിൻ്റെ സമയത്തുണ്ടായിട്ടുള്ള, അതുകൊണ്ട് നമുക്ക് അങ്ങനെ അത് ഭയങ്കര ധൈര്യപൂർവ്വമായിട്ട് കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മളോരോ സാഹചര്യം അനുസരിച്ച് പെരുമാറുന്നുള്ളൂ. ഇപ്പോഴാണ് പിന്നെയും നമുക്ക് എന്താ പറയുക, കുറച്ച് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആവശ്യമില്ലാത്ത മനുഷ്യരെയൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യത്തായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് നല്ല വിഷമവും സങ്കടവും ഒക്കെ ദേഷ്യമൊക്കെ വരും. സിനിമ ശരി തെറ്റ്, ഒരു ശരിയോടൊപ്പം നിൽക്കുക, അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പിൾ എടുത്തു കാണിക്കുക, അങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു ചിന്തയുണ്ട്. പക്ഷെ സിനിമയുടെ അല്ലെങ്കിൽ ഒരു കലാകാരന് സ്വാതന്ത്ര്യമുണ്ട്. അപ്പം അതിൽ ശരി തെറ്റ് അത് എടുത്തു കാണിക്കണം എന്നില്ല, അങ്ങനെ കാണണം എന്നില്ല എന്നുള്ള ഒരു ചിന്തയുണ്ട്. ഇപ്പോൾ ആനിമൽ അല്ലെങ്കിൽ അതുപോലത്തെ സിനിമകളിൽ അങ്ങനെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ സിനിമയ്ക്ക് ഒരു സമൂഹത്തിനോടൊരു പ്രതിബദ്ധത ഉണ്ടോ? ശരി തെറ്റ് അത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള താങ്കളുടെ അഭിപ്രായം എന്താണ്? ഞാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ ഇപ്പം ജോളി ചെറിയത്ത്, അല്ല സോറി പേരുകൾ മാറിപ്പോയിട്ട്, മറ്റേ കൂടത്തായി ജോളി അല്ലേ, ജോളി ചെറിയത്ത് എൻ്റെ കൂട്ടുകാരിയാണ്. അപ്പോൾ അവരെക്കുറിച്ച് സിനിമയൊക്കെ വരാൻ പോകുന്നുണ്ട്, സിനിമയോ വെബ് സീരീസൊക്കെ വരുന്നുണ്ട്. അവർ അത്രയും മനുഷ്യരെ സയനൈഡ് കൊടുത്ത് കൊന്നൊരു സ്ത്രീയാണല്ലോ, അല്ലേ? അവരുടെ കഥ നമുക്ക് ചെയ്യാം, അവരുടെ വ്യൂ തന്നെ സിനിമ ചെയ്യാം, അവരെ കേന്ദ്ര കഥാപാത്രമാക്കി തന്നെ സിനിമ ചെയ്യാം. പക്ഷേ
എന്തെങ്കിലും പ്രശ്നം വന്നാൽ സയനൈഡ് കൊടുത്ത് കൊല്ലുന്നതിനെ സപ്പോർട്ട് ചെയ്യുന്ന മാത്രം മതി. അത്ര ചിന്തിക്കുന്നുള്ളൂ. അങ്ങനത്തെ സിനിമകൾ വരണം. ഇപ്പം നമ്മൾ ഇപ്പം കുഞ്ഞുങ്ങളുടെ കുട്ടി മരിച്ച കാര്യം പറഞ്ഞു അല്ലേ, നമ്മളിപ്പോഴും വില്ലന്മാരായിട്ട് വെച്ചിരിക്കുന്ന കുഞ്ഞുങ്ങൾ, അവർക്കൊരു കഥയുണ്ട്. അവരെന്തുകൊണ്ട് അത് ചെയ്യുന്നു? നമ്മൾ അവരെക്കുറിച്ച് സിനിമ ഉണ്ടാക്കണം. ഗോവിന്ദചാമിയെക്കുറിച്ച് നമുക്ക് സിനിമ ഉണ്ടാക്കാം. പക്ഷേ അവർ ചെയ്ത റേപ്പെന്നോ അല്ലെങ്കിൽ ഇവർ ചെയ്ത മർഡറിനുള്ള ആ ഒരു റീസൺ അതാണ് ശരിയെന്ന് പറയാതിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത്തരം ഡാർക്കായിട്ടുള്ള സിനിമകൾ എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ്. ഡാർക്ക് സൈഡുള്ള മനുഷ്യരുടെ കഥകളുണ്ട്. അപ്പോൾ അവർ ചെയ്ത ആ പ്രവൃത്തിയെ ന്യായീകരിക്കാതിരുന്നാൽ മാത്രം മതി. നമുക്കൊരു സമയത്തുണ്ടായ സിനിമകൾ എന്ന് പറഞ്ഞാൽ ഇതിനെല്ലാം ന്യായീകരിക്കുന്ന തരം സിനിമകളായിപ്പോയി എന്നുള്ളതാണ് എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളൂ. ആർട്ടെപ്പോഴും പോസിറ്റീവായിട്ട് ആർട്ടിന് നിൽക്കാൻ പറ്റുള്ളൂ. ആർട്ടിന് ഒരിക്കലും പോയിട്ട് ഒരു ക്രൈമിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കങ്ങനെ തോന്നുന്നത്. താങ്ക് യു. അല്ല, ഞാൻ അങ്ങനെ ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല കേട്ടോ, ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് എന്നാന്ന് വെച്ചാൽ നമ്മളൊരു കാണാതെ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചും പറയുന്നത് ശരിയല്ല. എനിക്ക് ഭയങ്കരമായിട്ടുള്ള വയലൻസ് എനിക്ക് കാണാൻ പറ്റാറില്ല. ഇപ്പം അങ്ങനെയാണെന്ന് അറിഞ്ഞാൽ നമ്മൾ ആ സിനിമയ്ക്ക് പൊതുവേ പോവാറില്ല. താങ്ക് യു വെരി മച്ച് സർ. സ്വപ്നങ്ങൾ തൻ്റെ ചിത്രങ്ങളിലൂടെ പങ്കുവെച്ച് മാറ്റങ്ങൾക്ക് ഇടം നൽകിയ ഒരു ചലച്ചിത്രകാരനാണ് ജിയോ ബേബി സർ. ഈ ഒരു മണിക്കൂർ ഒരുപാട് മാറ്റങ്ങളാണ് നമ്മുടെ ചിന്തയിലും മനസ്സിലൊക്കെ ഉണ്ടായത്. ഒരുപാട് നന്ദി ഞാൻ ജിയോ ബേബി സാറിനും അതുപോലെ തന്നെ മോഡറേറ്റർ മിസ് അനന്യയ്ക്കും നേരുകയാണ്. താങ്ക് യു വെരി മച്ച്.